ഇത് കാരണം ഞാനിത് പല പ്രാവശ്യം ഇതേ ക്ലാസ് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ മിക്കവാറും ഒരു 55-50 കടന്ന ആളുകളാണ് എല്ലാവരും. അവരോട് ഇത് പറയുമ്പോൾ അവർ ചോദിക്കും ഇനിയിപ്പോ എന്താ ചെയ്യാ, എല്ലാവരുടെയും ചോദ്യം ഇനിയിപ്പോ എന്താ ചെയ്യാ. നിങ്ങളൊരു എനിക്ക് തോന്നുന്നു ഒരു 26ന്റെ ഒക്കെ മുകളിൽ അല്ലെ, 26-36ന്റെ ആ റേഞ്ചിലുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഈ കാര്യം കേൾക്കേണ്ട ഒന്നാമത്തെ ഓഡിയൻസ് നിങ്ങളായതുകൊണ്ട്. അവിടെ റഷാദ് എന്റെ അടുത്ത് 7ാം തീയതി ഫ്രീ ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് വാസ്തവത്തിൽ ഫ്രീ അല്ല. പക്ഷെ ഇത് ഞാൻ ഏറ്റെടുക്കാൻ കാരണം ഈ സംഗതി കേൾക്കേണ്ടത് നിങ്ങളാണ്. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് ചെറിയ ശമ്പളമുള്ളവരോ 1000 റിയാൽ ശമ്പളമുള്ള അല്ലെങ്കിൽ 800 റിയാൽ ശമ്പളമുള്ളവർ വരെ അവർക്ക് വരെ ഫൈനാൻഷ്യൽ ഫ്രീഡം നേടാൻ പറ്റും. ചെറിയൊരു പ്ലാനിങ്, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ മതി. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിലും അറ്റോമിക് ഹാബിറ്റ്സ് അത് വായിച്ചിട്ടുണ്ട്, ജെയിംസ് ക്ലിയർ. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മളിപ്പോ ഈ നമുക്ക് മനസ്സിലാവുന്ന എക്സാമ്പിൾ പറയാം. ദോഹയിൽ നിന്ന് കൊച്ചിക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റിന് ഒരു പാത്ത് ഉണ്ട് അല്ലെ, ആ പാത്ത് ദോഹയിൽ നിന്ന് പോകുമ്പോൾ തന്നെ 1 മീറ്റർ ഒന്ന് മാറിയാൽ എവിടെ പോയി ഇറങ്ങണം? ന്യൂയോർക്കിൽ പോയി ഇറങ്ങും. ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആ പാത്ത് 1 മീറ്റർ 1 മീറ്റർ മാറിയിട്ടുള്ളൂ. പക്ഷെ ആ പാത്ത് അങ്ങനെ പോയാൽ ന്യൂയോർക്കിൽ പോയി ഇറങ്ങും. കാരണം എന്താ? ചെറിയൊരു വ്യത്യാസം തുടക്കത്തിൽ ഉണ്ടാക്കിയാൽ വലിയൊരു വ്യത്യാസം എന്തിൽ കിട്ടുമെന്ന് പറഞ്ഞു തന്നെ ചുരുക്കം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ എത്ര ശമ്പളം, നിങ്ങളുടെ ശമ്പളത്തെ കുറിച്ച് എനിക്ക് അറിയണ്ട, നിങ്ങളുടെ ശമ്പളത്തെ കുറിച്ച് എനിക്ക് അറിയണ്ട. എത്ര ശമ്പളമുള്ള ആളാണെങ്കിലും അവർക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞ ചെറിയൊരു മാറ്റം വരുത്തിയാൽ, അതും തുടക്കത്തിൽ ഏർലി ഇൻ ദ ലൈഫ്, ഏർലി ഇൻ ദി ഏർണിംഗ് ലൈഫ്, സമ്പാദിച്ചു തുടങ്ങുന്ന സന്ദർഭത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം നേടാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു പിന്നെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമുക്ക് അറിയാത്ത സംഗതി ആയിക്കോട്ടെന്നില്ല, ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ ഇത് അറിയാമായിരിക്കും. പക്ഷെ ഇതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ, ചെയ്യൽ സാധ്യമാണോ എന്നൊക്കെയുള്ള കുറെ സംശയങ്ങളാണ്. അപ്പൊ ഞാൻ ഇത്ര നേരം ആമുഖമായിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കണക്കാക്കണ്ട. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇടയ്ക്ക് നിർത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ സാധ്യതയുണ്ട്. നല്ല ബിരിയാണിയാണ് വൈകി കിടക്കണം, ഉറങ്ങാനുള്ള എല്ലാ സാധ്യത. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറഞ്ഞ് ഇടയ്ക്ക് നിങ്ങൾ എന്നെ സ്റ്റോപ്പ് ചെയ്ത് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, അങ്ങനെ ഉത്തരങ്ങൾ. ചില ചോദ്യങ്ങൾ ഞാൻ ആദ്യം ഇവിടെ എഴുതി കാണിക്കാം. എന്നിട്ട് അതുകൊണ്ട് ഇപ്പോ നമ്മളെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ പ്രവാസികളാണല്ലേ. എന്തിന് പ്രവാസിയായി? ആരും എന്നോട് ഉത്തരം പറയണ്ട, ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ മനസ്സിൽ. പിന്നെ എത്ര കാലം ഇവിടെ ജോലി എടുക്കും? ഇതാണ് നിങ്ങളുടെ പ്രായം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും 5 കൊല്ലത്തേക്കാണ് പറഞ്ഞേക്കണം. ഞാനും 5 കൊല്ലത്തേക്ക് വന്നതാണ്. ഇപ്പൊ 30 കൊല്ലായി. അപ്പൊ അതുകൊണ്ട് അതിപ്പോ പറഞ്ഞോ, നിങ്ങൾ 5 കൊല്ലം പറഞ്ഞോ കേട്ടോ, അത് കുഴപ്പമില്ല. ഇനി നാട്ടില് സ്ഥിര താമസാക്കേണ്ടത് ഈ ജോലിയൊക്കെ വിട്ട് എപ്പോഴെങ്കിലും 5 കൊല്ലം കഴിഞ്ഞിട്ടായിക്കോട്ടെ, 10 കൊല്ലം കഴിഞ്ഞിട്ടായിക്കോട്ടെ, നാട്ടില് സ്ഥിര താമസാക്കേണ്ടി വന്നാല് എത്ര വരുമാനം വേണ്ടി വരും? അതായത് ഇപ്പൊ ഒരു 2024, 2035 കാണുന്നത്. ഇൻഫ്ലേഷൻ റേറ്റ് 9% നമ്മുടെ നാട്ടില്, 9% ആണ് ഇൻഫ്ലേഷൻ റേറ്റ്. അത് വെച്ചിട്ട് ഇപ്പോ നമുക്കൊരു നാട്ടിലൊരു 50,000 രൂപയാണ് എക്സാമ്പിൾ ഒരാൾക്കൊരു മാന്യമായ ജീവിതത്തിന് വേണ്ടെങ്കിൽ അതിന് ഈ 9% ഇൻക്രിമെന്റൽ റേറ്റിൽ നമ്മൾ നോക്കേണ്ടി വരും. അത് നിങ്ങൾ കണ്ടുപിടിച്ചു എത്രയാണ്. എന്തായാലും എനിക്കൊരു എത്ര വരുമാനം വേണ്ടി വരും? ഇതൊരു ചോദ്യം. ഇനി അതിനുവേണ്ടി നമ്മളിപ്പോ എന്ത് ചെയ്യണം? ആർക്കെങ്കിലും വല്ല പ്ലാൻ ഉണ്ടോ മനസ്സിൽ? നിങ്ങൾ സ്വന്തം പറഞ്ഞാൽ മതി. ഇപ്പൊ എന്നോട് പറഞ്ഞാൽ ഞാൻ ചിലത് ഞാൻ ചോദിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന ഉത്തരം കണ്ടുവെക്കാൻ വേണ്ടിയാണ് അപ്പൊ എല്ലാ ചോദ്യവും ഒന്നും ചോദിക്കണം. നിങ്ങളുടെ വീട്ടുകാരോട്, ചില ആളുകളോടൊപ്പം ഫാമിലിയോട് എത്ര പേരുണ്ട്? ഫാമിലിയായിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്? ഒരു മെജോറിറ്റി ഫാമിലിയായിട്ട് ജീവിക്കുന്നവരാണ്. കുറച്ച് പേര് ചിലപ്പോൾ മാരീഡ് ആവില്ല. ചില ആളുകൾ ജസ്റ്റ് മാരീഡ് ആയിരിക്കും, പക്ഷെ ഫാമിലിനെ കൊണ്ടുവരാനൊക്കെ ഉള്ള സെറ്റപ്പ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിരിക്കാം. വേറെ ചിലര് അങ്ങനെ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ഫാമിലിയുടെ നാട്ടിലായതായിരിക്കാം. പക്ഷെ വാപ്പ, ഉമ്മ, ഭാര്യ ഒക്കെ അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ട്. അവരോട് നമ്മുടെ ഇപ്പോഴത്തെ വരുമാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അത് ഡിസ്കസ് ചെയ്യാറുണ്ടോ സ്ഥിരമായിട്ട്? അതാണ് ഒരു ചോദ്യം. വേറെ ചോദ്യം, നാട്ടില് തിരിച്ചെനിക്ക് സെറ്റിൽ ചെയ്യണം എന്നത് ഇപ്പോഴേ ഞാൻ എത്ര കാലത്തേക്കാണ് വന്നിട്ടുള്ളത്?
അതുകൊണ്ട് അത് കഴിയുമ്പോൾ എനിക്ക് നാട്ടിൽ പോയിട്ട് സെറ്റിൽ ചെയ്യണം, അവരോടൊപ്പം ജീവിക്കണം എന്നത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഇവിടെ ഉള്ള ആളുകളാണെങ്കിൽ, ഇവിടെ ഫാമിലിയിലുള്ള ആളുകളാണെങ്കിൽ ഇവിടെ തന്നെ അവരുമായിട്ട് ഇത്തരം സംഗതികൾ ചർച്ച ചെയ്യാറുണ്ടോ? അതാണ് ചോദ്യം. പക്ഷേ ഇനി ഞാൻ ഈ ചോദ്യത്തെ കുറച്ചുകൂടി നമ്മളെ പോലത്തെ ഒരു സംഘത്തിന്റെ കസ്റ്റമൈസ് ആയിട്ട് കുറെ ചോദ്യം ചോദിക്കണം. നിങ്ങളുടെ കൂട്ടത്തില് എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അതായത് ഇപ്പൊ എന്റെ ജോലി പോയി, ഞാൻ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ വർഷമോ ലാസ്റ്റോ നാട്ടിൽ പോയാലേ എനിക്ക് ഒരു മറ്റാരും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരുപാട് അടിച്ചുപൊളിച്ചിട്ടുള്ള ഒരു ജീവിതമല്ല, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയിട്ടുള്ള ഒരു ജീവിതമല്ല, മറിച്ച് രണ്ടറ്റം മുട്ടിക്കാൻ നമ്മൾ പറയുള്ളൂ. ആരും ആശ്രയിക്കാതെ, ആരും ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ ഇവിടെ മടി വിചാരിക്കണ്ട, ആരെങ്കിലും എന്നെ നോക്കണ്ടോ, അതവിടെ മാറ്റിയാലാണ് നടക്കുള്ളൂ. ഒരാളാണ്, രണ്ടുപേരും. അതുകൊണ്ട് അതിനകത്ത് നിങ്ങളൊരു മടി വിചാരിക്കണ്ട, മറ്റുള്ളവർ ഇപ്പൊ തന്നെ അതിനകത്ത് കടം ചോദിക്കുമെന്ന് പേടിക്കണ്ട. ഇവൻ അത് സെറ്റപ്പാണ്. അപ്പൊ കടം ചോദിക്കാൻ അങ്ങനെയല്ല, നമ്മൾ ഇത് ഒരു ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്താലാണ് ഇതിനകത്ത് കുറച്ച് ഫലം കിട്ടുള്ളൂ. വളരെ കുറച്ച് പേർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇരിക്കുന്നത് ഒരു 30 പേരുണ്ടെങ്കിൽ 4-5 പേര് 4 പേര് ഉള്ളൂ. 10% നമുക്ക് മനസ്സിലായില്ലേ? 10% ജസ്റ്റ് അതിന്റെ അബവ്. 30 പേരിലേക്ക് 4 പേരെ പൊക്കിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം നമ്മൾ പലർക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമുക്ക് നാട്ടിൽ പോയാൽ നാളെ സുന്ദരമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലാന്നേ ഉള്ളൂ. പക്ഷെ എത്താൻ പറ്റുന്ന ഒരു പ്ലാനിനെ കുറിച്ചാണ് ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത്. മനസ്സിലാക്കാം? ഓക്കെ. അപ്പോ അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നമുക്ക് നാട്ടിൽ ചെന്നാൽ, നാട്ടിലേക്ക് സെറ്റിൽ ചെയ്യേണ്ടി വന്നാലും, ഇനി നാട് മാത്രമല്ല ഇവിടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവാം ചിലപ്പോൾ. കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ യുവാക്കളുടെ ഒരു കൺസെപ്റ്റ് തന്നെ മാറി. പഴയ പോലെ ഒരു ഗൾഫല്ല ഇപ്പോ, അല്ലെ? പണ്ടത്തെ കാലത്ത് ആളുകൾ എപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ ഓഡിയൻസ് എടുക്കുമ്പോൾ അവർ പലരും നാട്ടിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ആളുകൾ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ചിലർക്ക് യൂറോപ്പ് ആയിരിക്കും, ചിലർക്ക് അമേരിക്ക ആയിരിക്കും, കാനഡ ആയിരിക്കും, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകാനാണ് പലർക്കും താല്പര്യം. അപ്പോ എങ്ങനെയായാലും എന്റെ ജീവിതത്തിൽ എനിക്ക് സമ്പാദിക്കണം, അല്ലെ? കുറച്ചെങ്കിലും എന്റെ സമ്പാദ്യം വേണം. അപ്പൊ എങ്ങനെ നമുക്ക് സമ്പാദിക്കാം? ഒരു ബാഡ് കപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാവുള്ളൂ, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോ എങ്ങനെ സമ്പാദിക്കാം? അതാണ് ഒരു ചോദ്യം. ഒന്ന്, നിങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ ടൈറ്റിലാണ്, അല്ലെ? സ്മാർട്ട് സ്പെൻഡിങ്, അതായത് ഹൗ ടു സേവ്, ചെലവ് കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചെലവ് കുറക്കാതെ നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല. കാരണം എന്താ? നമ്മുടെ വരുമാനം ലിമിറ്റഡ് ആണ്, അല്ലെ? ശമ്പളക്കാരനാണെങ്കിലും, ജോലി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും, ഒരു സർവീസ് കൊടുക്കുന്ന ആളാണെങ്കിലും അവരുടെയൊക്കെ എന്താണ്? മിക്കവാറും ലിമിറ്റഡ് ആണ്. അപ്പൊ അതിൽ നിന്ന് വേണം നമുക്ക് സമ്പാദിക്കാൻ, അല്ലെ? സമ്പാദിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്താ? നമ്മുടെ വരുമാനം കൂട്ടാന്നുള്ളത് പറ്റണമെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് പറ്റുമോ? പെട്ടെന്ന് പറ്റൂല. ദീർഘകാലാടിസ്ഥാനത്തിലേ പറ്റുള്ളൂ, അല്ലെ? എന്തായാലും ഒരു 5 വർഷമൊക്കെ പിടിക്കുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ 3 വർഷം മിനിമം. അപ്പൊ ഏറ്റവും ആദ്യം സമ്പാദിക്കാനുള്ള വഴി എന്താ? ചെലവ് കുറയ്ക്കണം. നാട്ടിൽ പോകുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. നാട്ടിൽ പോകുമ്പോൾ കുറെ ചെലവിനെ കുറിച്ച്. അതാണ് ഈ പറഞ്ഞത്. ഇമോഷണൽ സ്പെൻഡിങ് വേഴ്സസ് ലോജിക്കൽ സ്പെൻഡിങ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ആർക്കെങ്കിലും അറിയോ? എന്താ ഇമോഷണൽ സ്പെൻഡിങ്? ആർക്കെങ്കിലും പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞില്ല. നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഗതിയാണത്. എന്താ ഇമോഷണൽ സ്പെൻഡിങ്? ആഗ്രഹം വരുന്നത് ചെയ്യാം. പിന്നെയോ അടുത്ത ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കാം, അതുണ്ട്. പിന്നെ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ചില സ്പെൻഡിങ് കൊടുക്കില്ലേ, അല്ലെ? ഒരു കല്യാണത്തിന് പോയിട്ട് ഇത്ര കൊടുത്താൽ മതിയാവില്ല, അവിടെ ഇത്ര കൊടുക്കണം. കാരണം അത് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അവരെന്ത് കുറച്ചുകൂടിയൊക്കെ തളിച്ചു പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലുലുവിൽ പോകണം ഒരു TV വാങ്ങാൻ. ഒരു എക്സാമ്പിൾ ആണ്. ലുലുവിനോട് പ്രത്യേകിച്ച് താല്പര്യം കറക്കിട്ടുണ്ടല്ലോ. നമുക്ക് ഞാൻ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞോളൂ, ഒരു 45 ഇഞ്ചിന്റെ TV മതി. പക്ഷെ അവിടെ ചെന്നപ്പോ 75 ഇഞ്ചിന്റെ കണ്ടിട്ട് നമ്മൾ കണ്ണ് തള്ളി. കാരണം അപ്പൊ നമുക്ക് പലതും ഓർമ്മ വന്നു. അപ്പുറത്തെ വീട്ടില്, മാമാടെ വീട്ടില്, അമ്മാവന്റെ വീട്ടില്
ഇവിടെയൊക്കെ ഇങ്ങനെയാണല്ലോ എന്ന് ഓർമ്മ വന്നിട്ട് നമ്മൾ 45 മാറ്റി വെച്ചിട്ട് 75 വാങ്ങിയാൽ അതാണ് ഇമോഷണൽ സ്പെൻഡിങ്. അവിടെ നമുക്ക് ടി വി ഇപ്പോഴത്തെ കാലത്ത് ഒരു ആർഭാടമോ അല്ലെങ്കിൽ ആഡംബരമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വിചാരിക്കുന്നവർക്ക് വിചാരിക്കാം, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ നമ്മുടെ ആ ഒരു അത്യാവശ്യത്തെ അല്ലെങ്കിൽ നീഡിന് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ഇമോഷനുമായിട്ട് ബന്ധിച്ച് സ്പെൻഡ് ചെയ്യും. നമുക്കൊരു വീട് വേണം, വീട് വെക്കണം. ഒരു തൽക്കാലം ഒരു 2 ബെഡ്റൂമോ 3 ബെഡ്റൂമോ ഒക്കെ മതി. പക്ഷെ നമ്മൾ പ്ലാൻ കൊണ്ടുപോയിട്ട് വീട്ടുകാരടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു 3 ബെഡ്റൂം കൊണ്ട് എന്താവാനാ, എല്ലായിടത്തും അപ്പുറത്ത് നോക്ക് ഇപ്പുറത്ത് നോക്ക് 5 ബെഡ്റൂം അല്ലെ, 2 നില, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ വലിപ്പം കൂട്ടൂലേ. ആ ഒരു ഇൻഫ്ലുവൻസിൽ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യും. അതോടുകൂടി നമ്മൾ എന്താവുന്ന നമ്മുടെ ജീവിതകാലം മുഴുവൻ കടക്കാരനാകുന്ന ഒരു സ്പെൻഡിങ്ങിലേക്ക് പോകും. ഇതിനെയാണ് വാസ്തവത്തിൽ എന്ത് പറയാം, ഇമോഷൻ. ലോജിക്കൽ സ്പെൻഡിങ് എന്ന് പറഞ്ഞാലോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ആ പറഞ്ഞ സ്ട്രിക്ട്ലി നമുക്ക് എന്താണോ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള എന്താണോ അതിന് മാത്രം സ്പെൻഡ് ചെയ്യാം. ഇനി കുറച്ച് അത്യാവശ്യത്തെക്കാൾ അപ്പുറം കുറച്ച് നെസസിറ്റി ആയിട്ടുള്ള സമയത്തുണ്ട്, ഒരു ആവശ്യമുള്ള സമയത്തുണ്ട്, അതിനും സ്പെൻഡ് ചെയ്യാം. അനാവശ്യത്തിനോ ആഡംബരത്തിനോ, അതായത് നമുക്ക് നോൺ എസെൻഷ്യൽ തിങ്സ് അല്ലെങ്കിൽ ലക്ഷൂറിയസ് തിങ്സ്, ഇതിനു വേണ്ടി ഒരിക്കലും സ്പെൻഡ് ചെയ്യാതിരിക്കുക. അതാണ് ലോജിക്കൽ സ്പെൻഡിങ്. അപ്പൊ ഈ ഒരു സ്പെൻഡിങ്ങിന്റെ പാറ്റേൺ മനസ്സിലാക്കി ലോജിക്കൽ സ്പെൻഡിങ് മാത്രം ചെയ്യുന്ന ആളാണ് ആര്, സമ്പാദിക്കുന്ന ആൾ. അവിടെയാണ് അവർ ചെലവ് കുറക്കാൻ പറ്റുള്ളൂ. ചെലവ് കുറച്ചാലേ സമ്പാദിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെന്ത് പറയും എന്നതിനേക്കാൾ അപ്പുറം എന്റെ വരുമാനം ഇതാണ്, എനിക്ക് അതിനനുസരിച്ച് ഇത്രേ കൊടുക്കാൻ പറ്റൂ, ഇത്രേ ചെലവ് ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിക്കലാണ് ഇതിന്റെ ആദ്യത്തെ നടപടി. മനസ്സിലാവണോ? ഓക്കെ. ഇവിടെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ, നിങ്ങൾ ചോദിച്ചോളൂ. ഇടയ്ക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി, വീട് നിർമ്മാണം, വിവാഹ സൽക്കാരം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചെലവ് പാവപ്പെട്ട ആളുകൾ. നമ്മൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് നമ്മൾ പിരിവെടുത്ത് കൊടുക്കും. പക്ഷെ ആ പിരിവെടുത്ത് കൊടുത്തിട്ട് അവിടെ നടക്കുന്ന കച്ചവടങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ ആ കല്യാണ ചടങ്ങുകളുടെ ഒരു ആചാര രീതിയും സൽക്കാര രീതിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതിനാണോ പിരിവ് കൊടുത്തതെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് അല്ല. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ ഒരു സംഗതി, കടമില്ലാതെ ജീവിക്കാൻ പറ്റും. കടമില്ലാതെ എത്ര പേരുണ്ട് കൂട്ടത്തിൽ? നേരത്തെ പറഞ്ഞ പോലെ കൈവൊക്കെ മടിക്കണ്ട, ആരും കടം ചോദിക്കൂല, കുറച്ചു പേരുള്ളൂ. ഈ കടത്തെ കുറിച്ചും വാചകം പറഞ്ഞത് അറിയോ? ഇന്നഹു നദാം അല്ലെ, അതൊരു പകലതൊരു ഖേദമാണ്. ആറും യൗമൽഖിയാമ, അന്ത്യനാളിൽ അതൊരു അപമാനമാണ് അല്ലെ. നമ്മുടെ രാത്രിയിൽ ഉറക്കം കിടക്കും, പകലത് നിന്ദ്യതയാണ്. ഇങ്ങനെയൊക്കെ പല വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ നമുക്ക് കടം വേണ്ടി വരും, അത്യാവശ്യമായിട്ട് കടം വാങ്ങിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത. ഇന്നത്തെ ഒരു കാലത്ത് നമ്മളെ കടക്കാരനാക്കാൻ നിർബന്ധിക്കുന്ന സംഗതിയാണ് ജീവിതം. ഈ ക്രെഡിറ്റ് കാർഡ് തന്നെ എന്തിനാണ് നമുക്ക് തരുന്നത്? ബാങ്കുകൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് തരാം. അവർക്ക് ഡെബിറ്റ് കാർഡിനേക്കാളും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം ഏതാ? ക്രെഡിറ്റ് കാർഡാണ്. അതിന് പോയിന്റ് കൂടുതൽ, അതിന് ഓഫറുകൾ കൂടുതൽ. അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ ലോഞ്ചിൽ പോവാം, അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആ പോയിന്റ്സ് പിന്നീട് ക്രെഡിറ്റ് ചെയ്യാം, യാത്ര ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാം. ഇങ്ങനെയൊക്കെ ഒരുപാട് എന്ന് പറഞ്ഞാൽ കടത്തിൽ ജീവിക്കാൻ നമ്മളെ ശീലിപ്പിക്കുന്ന ഒരു എന്തിനാണ് കടക്കാരനാക്കി നമ്മളെ മാറ്റുന്നത്? അതിന് പിന്നിൽ ഉപഭോഗ സംസ്കാരത്തിന്റെ ഒരു അല്ലെങ്കിൽ കൂടുതൽ പർച്ചേസിങ്, ആളുകളെ പർച്ചേസിങ്ങിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സമ്പാദിക്കാൻ ആഗ്രഹമുണ്ട്, കടമില്ലാതെ ജീവിക്കാൻ ശീലിക്കണം. ഞാനിത് പറയുമ്പോൾ അത് പ്രാക്ടിക്കലാക്കാൻ പറ്റുമെന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മ വെക്കുന്ന കാലത്ത് എൻ്റെ വാപ്പ വലിയൊരു സംഖ്യ കടക്കാറാണ്. എൻ്റെ വീട് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വെച്ചതാണ്. അപ്പോൾ വാപ്പാക്ക് കിട്ടുന്ന നല്ലൊരു സംഖ്യയും എല്ലാ മാസവും പോകുന്നത് ഈ പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ബാങ്കിൽ മാത്രമല്ല, ഒരു ബ്ലേഡുകാരൻ്റെ അടുത്ത് നിന്നും വാപ്പ എല്ലാ ദിവസവും വാങ്ങുമായിരുന്നു. എങ്ങനെ വെച്ചാൽ 1000 രൂപ കടം വാങ്ങിക്കും. വാപ്പ മരിച്ചു പോയി, വാപ്പക്ക് അത് പുറത്തു കൊടുക്കട്ടെ. ഞങ്ങൾ അവസാനം ഒരുമിച്ചൊരു തീരുമാനം, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊരു വാപ്പായുടെ ഒരു കുറ്റമായിട്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കണ്ട. കാരണം
അന്നത്തെ ഒരു സാഹചര്യത്തിൽ വാപ്പ അത് ചെയ്തതാണ്. വാപ്പ ആ അർത്ഥത്തിൽ നല്ല ദീനി ബോധമുള്ള ആളും ഈ പലിശയെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. പക്ഷെ ജീവിത സാഹചര്യം കൊണ്ട് ഈ 1000 രൂപ എടുക്കുമ്പോൾ 900 രൂപ അയാൾ തരുള്ളൂ. 900 രൂപ തരുള്ളൂ. ഇത് എല്ലാ ദിവസവും 100 രൂപ വെച്ച് അയാൾക്ക് കൊടുക്കണം. ഇങ്ങനെ അത് ഒരു തവണ വാങ്ങിക്കും, പിന്നെ അത് തീരുമാനം അടുത്ത തവണ വാങ്ങിക്കും. ഇങ്ങനെ ഒരു പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഇത് കണ്ട് ഞാൻ കുറച്ച് മുതിർന്നത് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ശാന്തത്തിലൊക്കെ പോകുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തന്നെ ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്തു, ഈ കടത്തിൽ നിന്ന് ഒഴിവാക്കണം. എന്തു വന്നാലും കടത്തിൽ നിന്ന് ഒഴിവാക്കണം. ഒരു വഴി മുന്നിലില്ല. പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ മാത്രമേ വഴിയുണ്ടായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ ഞാനും വാപ്പ ഉമ്മയും ഞങ്ങൾ ചെറിയ അഞ്ചന്മാർക്കൊന്നും അത്ര അന്ന് ഒരു പക്വത എത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവസാനം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെ ഒരു പ്രൊജക്ട് വാപ്പാക്കി കിട്ടി. ഇവിടെ ആലുവ അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കമ്പനിയിൽ ഒരു ക്യാംകോ എന്ന് പറഞ്ഞ ഈ കേരള അഗ്രികൾച്ചറൽ മെഷീനറി കമ്പനി എന്നാണ് പറയുന്നത്, ക്യാംകോ. അവിടെ ഒരു പ്രൊജക്ട് കിട്ടി. അതോടുകൂടി ആ കടം ബാങ്കിലെ മൊത്തം കടം കിട്ടി. ഈ കട അടക്കാൻ ചെന്നപ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞ വളരെ രസകരമായ എന്നാൽ അതേസമയം വാപ്പ കരഞ്ഞുപോയ ഒരു വാചകമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പൈസ ഒന്നായിട്ട് അടയ്ക്കണം, കടം ഒന്നായിട്ട് അടയ്ക്കണം. അപ്പൊ അതിന്റെ അർത്ഥം ബാങ്കിന് എന്താണ്, തുടർന്ന് പലിശ കിട്ടൂല, പലിശ അവിടെ നീങ്ങി കിട്ടും. അപ്പൊ അയാൾ പറയുന്നത് ഈ കടം നിങ്ങളെപ്പോലുള്ളവർക്ക് തരാൻ വേണ്ടി അല്ല ബാങ്ക് തുടങ്ങിയത്, നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് തരാൻ വേണ്ടിയിട്ടല്ല ഈ കടത്തിന്റെ. അർബൻ ബാങ്ക് കടം കൊടുത്ത കാർഷിക ആവശ്യങ്ങൾക്കാണ് എന്ന് വിചാരിച്ച അയാൾ വിചാരിച്ചത് വാപ്പ വലിയൊരു പണക്കാരനാണ്, എന്തോ ഒരു ആവശ്യത്തിന് കടമെടുത്ത് മറിച്ചു, ഇപ്പൊ ആ പണം മുഴുവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കെല്ലാം ഇതിന്റെ വാസ്തവമേ. പക്ഷെ അന്ന് എന്നെയും കുടുംബാംഗങ്ങളൊക്കെ എത്തിയിട്ട് വാപ്പ പറഞ്ഞു, ഇനി മുതൽ ജീവിതത്തിൽ കടം നമുക്ക് ഉണ്ടാവുന്നു. അത് ഒറ്റ കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളൂ. കാരണം ഈ പ്രാർത്ഥനക്ക് ഒരു ഉത്തരം കിട്ടിയല്ലോ. അള്ളാഹുവിന്റെ അടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് കടത്തിൽ നിന്നും പലിശയിൽ നിന്നും പടച്ചവൻ രക്ഷിച്ചു. അതുകൊണ്ട് ജീവിതത്തിൽ ഇനി പലിശയുമായിട്ടും പറ്റുമെങ്കിൽ കടമില്ലാതെ തന്നെ ജീവിക്കാൻ ഒരു നേർച്ച നേടണം, ഒരു നിയ്യത്തെടുക്കണം എന്ന ആ രാത്രിയിൽ ഒരു തീരുമാനം എടുത്തതിന്റെ ഫലമായിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ അൽഹംദുലില്ലാഹ് ഞാൻ കടക്കാരനായിട്ടില്ല. അൽഹംദുലില്ലാഹ് അത് പടച്ചവനൊരു കുതിർത്താണ്. പക്ഷെ അതേസമയം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഘടകം എന്താ? ഈ ഒരു നിയ്യത്താണ്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് കടമില്ലാതെ ജീവിക്കാനുള്ളത് ആദ്യം വേണ്ടത് എന്താ? ഒരു നിയ്യത്താണ്. എല്ലാറ്റിനും ഞാൻ കടം വാങ്ങിയേ ജീവിക്കൂ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ കുഴപ്പമില്ല, പക്ഷെ അത് മാസാവസാനം കൊടുക്കാനുള്ള ബാങ്കിൽ അത്രയും ബാലൻസ് ഉള്ള ഒരു കടമേ നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് അത്രയും ഞാൻ പറയുന്നു, കടമില്ലാതെ ജീവിക്കാൻ ശീലിക്കുക. ഓക്കെ, ഇൻഷുറൻസ് പോളിസി. പല ആളുകളും അതിന്റെ ഇൻഷുറൻസ് പോളിസിയുടെ ഇസ്ലാമിക മാനം ചോദിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഇസ്ലാമിക മാനം അവിടെ നിൽക്കട്ടെ. പടച്ചോന്റെ അടുത്താണ് നമ്മുടെ ലൈഫ് ഇൻഷുർ ചെയ്യേണ്ടത്, അതവിടെ നിൽക്കട്ടെ. ഈ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുന്ന അങ്ങനെ ഉണ്ടല്ലോ, ഈ എന്താണ് യുലീപ് അല്ലെ, യുലീപ് എന്ന് പറഞ്ഞിട്ടൊരു പോളിസി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് പൈസ കിട്ടുന്നിടത്ത് മാത്രമേ അവർക്ക് താല്പര്യമുണ്ടാവുള്ളൂ. നമുക്ക് ഇൻഷുറൻസ് തുക തരേണ്ടി വരുന്ന ഒരു ഘട്ടത്തില് അവർക്ക് ഒരുപാട് ന്യായങ്ങളുണ്ടാവും. അതേസമയം നമുക്ക് വേണ്ടി വരുന്ന ഇൻഷുറൻസ് ഉണ്ട്. കാറിന്റെ ഇൻഷുറൻസ് ഇവിടെ വേണം, നാട്ടിൽ വേണം, മാൻഡേറ്ററി ആണ്, ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടി വരും, മാൻഡേറ്ററി ആണ് പലപ്പോഴും. അത് എന്ന് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഇപ്പൊ മരിച്ചുപോയ സിദ്ദീഖ് ഹസൻ സാഹിബൊക്കെ ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്ന ഒരു സംഗതിയാണ്, നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസും ബിസിനസ് ഇൻഷുറൻസും നിർബന്ധമായി ചെയ്യണമെന്ന് പറയും. കാരണം ആ ഒരു ബിസിനസ് ഒക്കെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയ്ക്ക് മുന്നിൽ കണ്ടിട്ട് അദ്ദേഹം പറയുമായിരുന്നു. അപ്പോ അതല്ലാത്ത മറ്റ് നിങ്ങൾക്ക് മെച്ചൂരിറ്റി അനുസരിച്ച് പ്രോഫിറ്റ് വാഗ്ദാനം ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസികൾ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അനിവാര്യമായി ചെയ്യേണ്ട സംഗതികളെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പോൺസി സ്കീംസ്, ഭീമമായ സംഖ്യ ചികിത്സയ്ക്ക്, വാപ്പാന്റെ ചികിത്സയ്ക്ക് കടത്തിലായി പോയ സുഹൃത്തുക്കളെ. അപ്പൊ ആ സമയത്ത് നമ്മൾ പറഞ്ഞു, അന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ക്ലെയിം ചെയ്തെടുക്കായിരുന്നു. ആസ്റ്ററിലൊക്കെ നല്ല പൈസ വാങ്ങും, പക്ഷെ നല്ല ചികിത്സ കിട്ടും കിംസിലൊക്കെ. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാമെന്നാണ് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാമെന്നുള്ളതാണ് മിക്കവാറും പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടത്. അതായത് നമുക്കൊരു ഇപ്പൊ ഇവിടെ ഈ ഇസ്ലാമിക് ഇൻഷുറൻസ് കമ്പനികൾ, തകാഫുൽ, QIIC ഇങ്ങനെയുള്ള കമ്പനികൾ, ബീമ ഇങ്ങനെയുള്ള കമ്പനികൾ ഇസ്ലാമിക് കൺസെപ്റ്റാണ്. ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇസ്ലാമിക് കൺസെപ്റ്റാണ്. അതറിയോ നമുക്ക്? പണ്ട് കാലത്ത് സഹാബികള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്
യുദ്ധത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ അവർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു സംഖ്യ, അന്നത്തെ കാലത്ത് സംഖ്യ ഒരു കുറച്ച് വസ്തുക്കൾ ഒരാളുടെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഒരു വീട്ടിലേൽപ്പിക്കും. എല്ലാവരും 10 പേര് പോകണമെങ്കിൽ 10 പേരും ഒരു വിഹിതം ഒരാളുടെ അടുത്ത് ഏൽപ്പിക്കും. എന്തിനാ? പോകുമ്പോൾ കച്ചവടത്തിനാവട്ടെ യുദ്ധത്തിനാവട്ടെ പോയി വരുമ്പോൾ ചിലർ മടങ്ങൂല, അവരവിടെ വെച്ച് മരണപ്പെടും. പ്രത്യേകിച്ച് കടൽ യാത്രയൊക്കെ ആണെങ്കിൽ ആ മരണപ്പെടുന്ന ആളുടെ കുടുംബത്തിന് ഇവർ ഈ ബാക്കി 10 പേര് ശേഖരിച്ച് വെച്ച സംഗതി അത് കൊടുക്കും. അതാണല്ലോ ഇൻഷുറൻസ്. ഇൻഷുറൻസ് അതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു പ്രശ്നം എന്താ? അത് അവര് പലിശ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഉപയോഗിച്ചിട്ട് അതിന് പലിശ ഈടാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ നാട്ടിലെ സാധാരണ ബാങ്കുകൾ, പലിശാധിഷ്ഠിത ബാങ്കുകളോട് നമ്മൾ കാണിക്കുന്ന ഒരു കൺസെപ്റ്റ്, ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നു എന്നൊരു കൺസെപ്റ്റിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം എന്ന് അനുഭവിച്ചിട്ടുള്ള പണ്ഡിതന്മാരാണ്. കാരണം അവിടെ വേറെ വഴിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇസ്ലാമിക് ഇൻഷുറൻസ് തന്നെ ചെയ്യുന്നത്. കാരണം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആസ് സച്ച് എന്തല്ല തെറ്റല്ല. കാരണം അത് ലൈഫ് ഇൻഷുറൻസ് ആണല്ലോ ചെയ്യുന്നത്. ലൈഫ് ഇൻഷുറൻസ് തന്നെയാണ് ചെയ്യുന്നത്. ലൈഫ് പടച്ചോന്റെ അടുത്താണെന്ന് പറയുമ്പോൾ തന്നെ ഭൗതികമായിട്ട് നമുക്ക് നഷ്ടം ഉണ്ടാവല്ലോ. അപ്പൊ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആ ചർച്ച ഒരുപാട് പോയാൽ, പക്ഷെ ഹെൽത്ത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം, നമ്മളടക്കം എടുക്കണം എന്നുള്ളതാണ് അതിനൊരു അതായത് അതൊരു നെസസിറ്റി. അതാണ് ഇപ്പോ നമുക്ക് ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് തരാൻ ആരുണ്ടാവും. ഒരു 50 വയസ്സ് കഴിഞ്ഞാല് ഇൻഷുറൻസിന്റെ പ്രീമിയം കൂടും. ചിലപ്പോൾ ഇൻഷുറൻസ് തന്നെ കിട്ടൂല. 60 വയസ്സ് കഴിഞ്ഞ് ഇൻഷുറൻസ് തന്നെ കിട്ടൂല. പക്ഷെ 60 വയസ്സിന് ശേഷമാണ് നമുക്ക് കാര്യമായ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ജീവിത നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ, അപ്പൊ അതും പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ശരി. ഇനി പക്ഷെ ഈ പോളിസി സ്കീം അതിനെ കുറിച്ച് പറഞ്ഞില്ല. പോളിസി സ്കീം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ 1 ലക്ഷം തരാണെങ്കിൽ എല്ലാ മാസവും 1000 രൂപ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറെ തട്ടിപ്പുണ്ട്. ഇപ്പോഴെല്ലാം മുമ്പേ ഉണ്ട്, പലരും അതിൽ പെട്ടുപോയിട്ടുണ്ട്. ശരിക്കും അവരെങ്ങനെ ചെയ്യാം? എല്ലാവരുടെ അടുത്തും മേടിക്കും, ഒരാളുടെ തന്നെ പുതുതായിട്ട് തരുന്ന ആളുകളുടെ അടുത്ത് നിന്ന് പഴയ ആളുകൾ കൊടുക്കും. അങ്ങനെ ഇവിടെ അടക്കം നമ്മുടെ ഗൾഫുകാരുടെ ഒരുപാട് പൈസ അങ്ങനെ പോയി. ഏത് നിക്ഷേപ സ്കീം വന്നാലും നമ്മൾ അതിനെ കുറിച്ച് നിശ്ചിതമായി പഠിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അങ്ങനെയല്ലാതെ നമ്മൾ ചേർന്നാൽ നമ്മുടെ ഇന്ന ആള് പറഞ്ഞു, ഇവൻ അടുത്ത ആളാണ്, ഇയാൾ നിസ്കരിക്കുന്ന ആളാണ്, നോമ്പെടുക്കുന്ന ആളാണ്, ഖുർആൻ ഹിഫ്ളുള്ള ആളാണ്, ഇതൊന്നും അതിന് പാപമല്ല, ഒന്നും പാപമല്ല. ഞാൻ പിന്നെ നമ്മൾ കണ്ണിൽ കണ്ട കാര്യങ്ങൾ വെച്ചിട്ട് പറയണേ, പള്ളിയില് ജുമാക്ക് 1ാമത്തെ സഫില് ഉണ്ടാവുകയും വീട്ടിലെ മിക്കവാറും അംഗങ്ങൾ ഹാഫിളാവുകയും വീട്ടിൽ ചെന്നാൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്ത ഒരു ബിസിനസ്സുകാരൻ കുറെ പേരെടുത്ത് പൈസ വാങ്ങിയിട്ട് തട്ടിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ആ പൈസ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോ ബിസിനസ് ചെയ്യുന്നിടത്ത് നിങ്ങൾ അയാൾ ഇരിക്കുന്ന ആളാണോ, അയാൾ ഹാഫിളാണോ, അയാള് നോമ്പെടുക്കുന്ന ആളോ, ഇതൊന്നും അല്ല പരിഗണിക്കുന്നത്. അയാൾക്ക് ബിസിനസ് അറിയോ, അല്ലെങ്കിൽ അയാൾ നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ സ്കീം അത് വർത്താണോ, വയബിൾ ആണോ, ഈ പറയുന്ന ഈ പ്രോഫിറ്റ് കിട്ടുമോ? 30%, 40% പ്രോഫിറ്റ് പറയുമ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇവരൊക്കെ പറഞ്ഞു വരുന്നത് അല്ലെ, എത്ര ശതമാനം വരെ പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റും ഒരു ബിസിനസ്സിൽ? പരമാവധി ഒരു 10% കൂടുതൽ കൊടുക്കാൻ പറ്റില്ല അല്ലെ? ഏത് കട അങ്ങനെയാണ് ബിസിനസ്. അപ്പോ നമ്മൾ ഇത്തരം സ്കീമുകളിൽ പെടാതിരിക്കുക. ആ ലാഭം വേണ്ടാന്ന് വെച്ചേക്കാം. അപ്പൊ നമ്മുടെ മുതൽ നമ്മുടെ കയ്യിലിരിക്കും. ആ 20%, 30% ഒക്കെ ലാഭം വേണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ക്യാപിറ്റൽ നമ്മുടെ കയ്യിലിരിക്കും. മനസ്സിലാവും? അപ്പൊ അത്തരം അമിത ലാഭ വർധന ഇനി വരും. അതേസമയം നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കണം. അതാണ് ശരിക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള വഴി. അപ്പൊ അതിനെന്ത് വഴിയുണ്ട്? നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാതെ പരമാവധി നഷ്ടം കുറച്ചിട്ട് അതിനെ കുറിച്ച് ചില വഴികൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് നമ്മളെ കൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില വഴികളെ കുറിച്ച്. അത് പൂർണ്ണമായിട്ടും റിസ്ക് ഫ്രീ ആണെന്നോ പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ തന്നെ കണ്ടെത്തണം. ഏത് ഇൻവെസ്റ്റിന്റെയും അടിസ്ഥാനം ഒന്ന്, നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ പറ്റണം. 2, നമുക്ക് അതിനകത്ത് ഇൻവോൾവ്മെന്റ് വേണം. ഡേ ടു ഡേ ഇൻവോൾവ്മെന്റ് വേണം. നമുക്ക് ഇൻവോൾവ്മെന്റ് ഒന്നും തരൂല, നിങ്ങൾ പൈസ തന്നാൽ മതി, ബാക്കി ഞങ്ങൾ തരാം എന്ന് പറയുന്ന ഒരു സംഗതിയിലും ചേരാതിരിക്കുക. പിന്നെ നമുക്ക് അറിയുന്ന ഒരു ബിസിനസ് ആയിരിക്കാം.
നമുക്ക് അറിയാത്ത ബിസിനസ് ആണെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇത്തരം ചില ബേസിക് സംഗതികൾ മനസ്സിലാക്കിയിട്ട് ഏത് വരുമാന മാർഗവും നമ്മൾ തല വെച്ച് കൊടുക്കണം. വീട്ടുകാരോടും വീട്ടുകാരെ പങ്കാളികളല്ല. അതായത് ഉദാഹരണത്തിന് നമ്മള് നാട്ടിലേക്ക് അയക്കുന്ന പൈസ ഉണ്ടല്ലോ, നാട്ടിലേക്ക് നമ്മൾ നാട്ടില് ഫാമിലി നാട്ടിലുള്ളവര് ഇവിടെ ഫാമിലി ഉള്ളവരൊക്കെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാം അത് ഒരു സർട്ടൻ പെർസെന്റേജ് എത്രയാണോ പറ്റുന്നത് അത് മാറ്റി വെക്കാൻ പറയണം. അത്രേ തന്നിട്ടുള്ളൂ, അത്രേ കിട്ടിയിട്ടുള്ളൂ നോക്കണം. അപ്പൊ നിങ്ങൾ പറയും അത് പ്രയാസമില്ല, കാരണം നമ്മൾ അയച്ചു കൊടുക്കുന്നതന്നെ അവർക്ക് തികയുന്നില്ല. പക്ഷെ ആ തികയാത്ത അവസ്ഥയാണ് നമ്മളെ ഫൈനാൻഷ്യലി ബാങ്ക്രപ്റ്റ് ആക്കുക. മറിച്ച് എത്രയോ കിട്ടുന്നു ആ കിട്ടുന്നതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നമ്മളെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കുക. അതെങ്ങനെയാണെന്നുള്ളത് കുറച്ചുകൂടി വിശദീകരിച്ച് ഞാൻ പറയാം. ഇതാണ് അതിന്റെ ബേസിക് സംഗതി. എത്രയാവട്ടെ വരുമാനം എത്രയാവട്ടെ, ആ കിട്ടുന്ന വരുമാനത്തിന്റെ 20 to 30% സേവ് ചെയ്യണം. ഇത് പറ്റില്ല എന്ന് വാദിക്കുന്ന എത്ര പേരുണ്ട് എനിക്ക് അവരാണെന്ന് അറിയില്ല. നമുക്കിപ്പോ കിട്ടുന്ന വരുമാനത്തിന്റെ 20 to 30% സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് വാദിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? അല്ല, അവിടെ കൊണ്ട് നോക്കുന്നത് വിട്. സേവ് ചെയ്യാന്നുള്ളത് അത് പറ. 20% ഒരിക്കലും പറ്റില്ല എന്ന് വാദിക്കുന്ന എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ടാണോ നല്ല കൈവക്കം പഠിച്ചിട്ടാണോ? അല്ല, ഞാൻ ഇതിനകത്ത് പറഞ്ഞത് നിങ്ങളൊരു ഓണസ്റ്റ് ആവണം, ഇതിനകത്ത് ഫ്രാങ്ക് ആവണം, എന്നാലാണ് നമുക്ക്. അപ്പോ അത് പറ്റില്ല എന്ന് വാദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അതായത് നാളെ മുതൽ ഖത്തർ ഗവൺമെന്റ് പറയുന്നത് നിങ്ങളുടെ 1000 റിയാലിന് 20% ടാക്സ് കൊടുക്കണം. എത്ര പേര് ജോലി വിട്ടു പോകും? അത് പറഞ്ഞു. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ 20% നാളെ മുതൽ ഇവിടെ ടാക്സ് അടക്കണം എന്ന് പറഞ്ഞാൽ എത്ര പേര് ജോലി വിട്ടു പോകും? കൈ നോക്കി. നേരത്തെ കൈ നോക്കി ആളിപ്പോ പൊക്കണ്ട. 20% സേവ് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, അത് കൈ പൊക്കിയാലേ എനിക്ക് അറിയുള്ളൂ. 20% സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആള് ഇപ്പൊ പറയുന്നു ഞാൻ പോവില്ല. അതിന്റെ അർത്ഥം എന്താ? പറ്റുന്നതാണ്. കാരണം ടാക്സ് കൊടുക്കേണ്ടി പറഞ്ഞാൽ കൊടുക്കും, നിർബന്ധ സാഹചര്യത്തിൽ കൊടുക്കും. എന്നാൽ അതിനേക്കാൾ നിർബന്ധിത സാഹചര്യമാണ് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. അതിനേക്കാൾ നിർബന്ധിത സാഹചര്യമാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഈ നിർബന്ധ സാഹചര്യം ഞാൻ പറയാൻ കാരണം, ഈ അടുത്ത് ഞാനൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ ചിലപ്പോൾ കണ്ടോ, പട്ടാമ്പിയിൽ ഒരു ചെറിയ റെസ്റ്റോറന്റ് മുമ്പിൽ ഒരു മനുഷ്യൻ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്തു. ഏതാണ്ട് 1000-2000 രൂപയാണ് അയാളുടെ മാസ വരുമാനം. ആ സെക്യൂരിറ്റി ഗാർഡ് അയാളെ ആ വീഡിയോ പിടിച്ച ആൾ പോയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ ജോലി ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ? അപ്പൊ അയാൾ പറയുന്നത്, ഞാൻ 30 കൊല്ലം സൗദി അറേബ്യയിലെ ദമാമില് ജോലി എടുത്തു. കിട്ടുന്ന ക്യാഷ് മുഴുവൻ വീട്ടിലേക്ക് അയച്ചു. അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക്, കല്യാണത്തിന്, വീട് താമസത്തിന്, അവരുടെ നേരത്തെ പറഞ്ഞ എല്ലാ ഇമോഷണൽ സ്പെൻഡിങ്ങിനും, കുട്ടികൾക്ക് മൊബൈൽ വേണം, കുട്ടികൾക്ക് ടാബ് വേണം, അവർക്ക് കറങ്ങാൻ പോകണം, ടൂറ് പോകണം, ഇതൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും ഞാൻ പൈസ അയച്ചു കൊടുത്തു. 30 വർഷം കഴിഞ്ഞ് ദമാം വന്ന് തിരിച്ചു വന്നപ്പോൾ ഈ പറഞ്ഞ ആരും എൻ്റെ സഹായത്തിനില്ല. ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വരെ ഞാൻ പുറത്താണ്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യണം, സെക്യൂരിറ്റി പണി, ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സെക്യൂരിറ്റി. ഇത് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു പരിണതിയാണോ? നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹമുള്ള ഒരു പരിണതിയാണോ? ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് നമ്മളിപ്പോൾ 5 വർഷത്തിൽ വന്നവരല്ല അധികം, അല്ലേ? 5 വർഷമോ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഇപ്പോഴുള്ള ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ നോക്കണ്ട. ഈ ആരോഗ്യമൊക്കെ അല്ല കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഇല്ലാണ്ടാവും. നമ്മൾ വയസ്സ് കൂടി വരണം, ഓരോ ദിവസവും വയസ്സ് കൂടി വരണം. നമുക്ക് ആ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് സർക്കാർ ജോലിയില്ല, നമുക്ക് വലിയ ഫാമിലി ലീഗസി ഹെറിറ്റേജ് ഇല്ല, കുടുംബം അനന്തരമായിട്ട് സ്വത്തില്ല. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ നമ്മൾ തന്നെ എന്തെങ്കിലും കരുതി വെച്ചാലാണ് നമുക്ക് ഒരു ഘട്ടത്തിൽ, അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ടാക്സ് കൊടുക്കുന്നതിനേക്കാളും വലിയ നിർബന്ധിത അവസ്ഥയാണ് എന്ത്? നമ്മൾ ഈ 20% സേവ് ചെയ്യാന്നുള്ളത്.
അപ്പൊ അതുകൊണ്ട് സേവ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ വേറെ പറയാം, അപ്പൊ എനിക്ക് ഒരുപാട് കടമുണ്ട്, അതും വളരെ നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നതായിരിക്കാം, വളരെ അടിയന്തരമായിട്ട് എനിക്കൊരു വീട് വേണ്ടി വന്നപ്പോൾ അങ്ങനെ വച്ചത് കടമായിരിക്കാം, അങ്ങനെയൊക്കെ ഉള്ളത് ഓക്കെ. പക്ഷെ അതുപോലും നമ്മുടെ ഇമോഷണൽ സ്പെൻഡിങ്ങിന്റെ ഭാഗമായിട്ട് വന്നാണെന്ന് നമ്മൾ ആലോചിക്കണം ചിലതൊക്കെ. അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി വേറൊരു കാര്യം, രണ്ടാമത്തെ പോയിന്റ് അതാണ്. ഖത്തറിൽ നാളെ നിങ്ങൾ കമ്പനിയിൽ ജോലിക്ക് ചെല്ലുമ്പോൾ 20% ശമ്പളം കുറച്ചു എന്നൊരു നോട്ടീസ് കിട്ടി. എത്ര പേര് ജോലി വിട്ടു പോകും? 20% ശമ്പളം കുറച്ചു, എത്ര പേര് ജോലി വിട്ടു പോകും? ആരും പോകല്ല. നിങ്ങൾ പോകും, 20% കുറച്ചപ്പോ പോകും. അത് നേരത്തെ നോക്കിയതുകൊണ്ടായിരിക്കും. ഇറ്റ്സ് ഓക്കെ, ഞാൻ അത് മാനിക്കുന്നു, റെസ്പെക്ട് അതിന്. അതിനർത്ഥം അതിനുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ്. കാരണം 20% കുറച്ചിട്ട് പിന്നെ ഇവിടെ എന്തെങ്കിലും നിൽക്കണം എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് 99% പേര് പോകില്ല. അതിന്റെ അർത്ഥം എന്താ? മറ്റൊരു അർത്ഥം ആ 20% നമുക്ക് സേവ് ചെയ്യാന്നല്ലേ. അപ്പൊ സേവ് ചെയ്യാൻ പറ്റൂല്ലേ? നിങ്ങളൊന്നും എഴുന്നേറ്റത് അടുത്ത മാസം മുതൽ 20% എന്റെ ശമ്പളത്തിന്റെ അല്ലെങ്കിൽ എന്റെ വരുമാനത്തിന്റെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളവരൊന്നിരിക്കും. സേവ് ചെയ്യണം. വരുമാനം ഇല്ല. ഓ സോറി, വരുമാനം എന്തായാലും ആവും, അടുത്ത് തന്നെ ആവണം, ഇൻഷാ അല്ലാഹ് ആവണം. വരുമാനം ഇല്ലാത്തവരാണ് അങ്ങനെ ആവാം. ഞാൻ പറയുന്നത് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് സേവ് ചെയ്യാന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് സേവ് ചെയ്യാന്നുള്ളത്. അത് നമ്മൾ മറന്നിട്ട്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം സേവ് ചെയ്യാം, പിന്നെ സ്പെൻഡ് ചെയ്യാം. ഈ പോളിസി ആയിരിക്കണം. പേ യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഫ്യൂച്ചറിന് വേണ്ടി ആദ്യം സേവ് ചെയ്യണം. 1000 റിയാലാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നെങ്കിൽ 200 റിയാൽ മാറ്റി വെച്ചിട്ട് 800 റിയാലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. ജോലി വരുമാനം ഇപ്പം ഇല്ലാത്തവരും നിങ്ങൾക്ക് 1-ാമത്തെ തീയതി മുതൽ ജോലി കിട്ടുന്ന, വരുമാനം ഉണ്ടായി വരുന്ന 1-ാമത്തെ തീയതി മുതൽ ഇതായിരിക്കണം നിങ്ങളുടെ പോളിസി. ഞാൻ അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, നിങ്ങളെപ്പോലത്തെ ഒരു ഓഡിയൻസിനോടാണ് ഇത് പറയേണ്ടത്. കാരണം ഇവിടെ മുതലാണ് അത് തുടങ്ങേണ്ടത്. ഞാൻ എൻ്റെ മോൻ ഇവിടെ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു, ദോഹ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, ദോഹ. അവന് ഈ വേൾഡ് കപ്പിന്റെ സമയത്ത് ഒരു അസൈൻമെന്റ് കിട്ടി, ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് ഇവിടെ വരുന്ന, പിന്നെ പ്രത്യേക പാക്കേജിലൂടെ വരുന്ന അവരെ മറ്റേ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ കുറച്ച് ലോജിസ്റ്റിക്സ് ഒക്കെ അറേഞ്ച് ചെയ്തു. ഒരു ചെറിയ സംഖ്യ അതിന് കിട്ടി. അവനോട് ഞാൻ ആദ്യം ഈ ഒരു പോളിസി അനുസരിച്ച് പറഞ്ഞത്, ആ പൈസയിൽ നിനക്ക് അത്യാവശ്യം എന്തൊക്കെയാണ് സാധാരണ അത്തരം കുട്ടികൾക്ക് വേണ്ടത് എന്താ? നല്ലൊരു മൊബൈല് അല്ല, അങ്ങനെയൊക്കെയാണ് അവരുടെ ആഗ്രഹം. കാരണം അവർക്ക് മറ്റു ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല ഇപ്പോൾ. ഓക്കെ, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ നിന്റെ മൊബൈൽ അത്ര വളരെ മോശം മൊബൈലായിരുന്നു അതുവരെ കയ്യിലുണ്ടായിരുന്നു, അപ്പൊ നല്ലൊരു മൊബൈൽ വാങ്ങിച്ചു, കുഴപ്പമില്ല. പക്ഷെ ബാക്കി പൈസ സേവ് ചെയ്യണം. അവന് സേവ് ചെയ്യാൻ ഞാൻ വഴി പറഞ്ഞു, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല, ഈ എത്തിക്കൽ ഫണ്ട് പോലെ തന്നെ. അതിപ്പോ അന്ന് അതൊരു 1.5 ലക്ഷം രൂപയായിരുന്നു, അതായത് കൺവേർട്ട് ചെയ്തപ്പോൾ. ഇപ്പൊ അത് ഏതാണ്ട് ഒരു 2.5 ലക്ഷം രൂപയായി മാറി. ടാറ്റ എത്തിക്കൽ ഫണ്ട്. അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റിയിലേക്കും അതിൻ്റെ ഒരു ശരീര പോയിന്റിലേക്കൊക്കെ ഞാൻ വരാം. പക്ഷെ ഞാൻ പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് അവൻ സമ്പാദിച്ച് തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് ഒരു ചെറിയ അസൈൻമെന്റ് ആണ്. ആ അസൈൻമെന്റ് കിട്ടുന്ന ആ പ്രായത്തിലുള്ള കുട്ടികൾ മുഴുവൻ ആ പൈസ എന്താ ചെയ്യാൻ? ഇതുപോലെ അടിച്ചു പൊളിക്കുക ചെയ്യും. കുറെ ഭക്ഷണം കഴിക്കും. അവരുടെ മെയിൻ സംഗതി അതാണ്, നല്ലൊരു മൊബൈൽ വേണം, കുറെ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കും. ഈ കൺസെപ്റ്റ് പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള, നിങ്ങളെ പോലത്തെ പ്രായത്തിലുള്ള ആളുകൾക്ക് ഈ സന്ദർഭത്തിൽ തന്നെ വേണം. അവിടെയാണ് നിങ്ങൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ചുവട് വെക്കുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ശരി. ഇനി ഞാൻ വേറെ ചോദിക്കാം, ഈ സംഗതി അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് നിങ്ങൾ ചിലപ്പോ പക്ഷെ ബേസിക്കലി നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്ന ഒരു സംഗതി പറ, ഇത് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? അസറ്റ് ആണ് അല്ല, അസറ്റ് ആണ്. കാരണം എന്താ? വീട് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയാണ്.
അതിലൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഭൂമിയുടെ വില കൂടുകയാണെങ്കിൽ അപ്രീസിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാർ ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു നമ്മൾ ഓൺ ചെയ്തൊരു സംഗതിയാണ്, അതിലൊരു വാല്യൂ ഉണ്ട്. അപ്രീസിയേറ്റ് ചെയ്തില്ലെങ്കിലും ഡിപ്രീസിയേറ്റ് ചെയ്താലും പിന്നെയും അതിനൊരു വാല്യൂ ഉണ്ട് അല്ലെ? ഇതാണ് നമുക്ക് ഒരു ബേസിക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന്റെ കൺസെപ്റ്റിൽ നോക്കുമ്പോൾ. ഞാൻ ഒരു അക്കൗണ്ടന്റിന്റെ പെർസ്പെക്റ്റീവിലല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ അക്കൗണ്ടൻസ് എത്ര പേരുണ്ട്? അക്കൗണ്ടൻസ് ആയിട്ട് ബികോം ഒക്കെ പഠിച്ച ആള്, ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസ് ആയിട്ട് അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ഒരു അക്കൗണ്ടന്റ് അയാളുടെ കമ്പനിയിലുള്ള കാറിന് ഏത് ഗണത്തിലെ പെടുത്തുക? അസറ്റാണ്. അപ്പൊ ഒരേ സാധനം അസറ്റും ആകും ലയബിലിറ്റി ആകും. ഒരേ സാധനം ചില സന്ദർഭത്തിൽ അസറ്റ് ആകും, ചില സന്ദർഭത്തിൽ ലയബിലിറ്റി. അപ്പൊ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് പേഴ്സണൽ ഫൈനാൻസ് വരുമ്പോ ഇത് രണ്ടും എന്താകും? അസറ്റ് ആകും, ലയബിലിറ്റി ആകും. അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, അസറ്റ് വേഴ്സസ് ലയബിലിറ്റി. നമ്മുടെ പോക്കറ്റില് നമ്മുടെ പേഴ്സണൽ ഫൈനാൻസ് വരുമ്പോ നമ്മുടെ പോക്കറ്റിൽ പണം എന്തൊക്കെ ഇട്ടു തരുന്നു അതാണ് അസറ്റ്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം ചോർത്തുന്നതൊക്കെ എന്താണ്? ലയബിലിറ്റി ആണ്. അപ്പൊ കാർ അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? ലയബിലിറ്റി ആണ്. കാരണം എന്താ? കാറിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, കാർ കൊണ്ടല്ലേ നമ്മൾ ജോലിക്ക് പോകണം? കാർ കൊണ്ടല്ലേ നമുക്ക് പിന്നെ കുടുംബത്തിനൊക്കെ അവിടെ ഇവിടെ കറങ്ങാൻ പോകാൻ പറ്റുന്നത്? കാർ അതൊരു സംഗതിയാണ്, ഒരു ഫാക്റ്റാണ്. പക്ഷേ കാർ ഇല്ലാതെ നമുക്ക് ജോലിക്ക് പോവാം, മെട്രോ വഴി പോവാം. ടെക്നിക്കലി ഞാൻ അതിന്റെ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ വേറെ കുറെ സംഗതികൾ പറയാനുണ്ടാവും. ഫാമിലി ആയിട്ട് വേണമെങ്കിൽ ഊബർ വിളിച്ച് പോവാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു നമ്മുടെ ഒപ്പം താമസിക്കുന്ന ഒരാളെ കുറിച്ച് കൂട്ടി പോവാം. പക്ഷെ ഒരു പേഴ്സണൽ ഫൈനാൻസ് നമ്മൾ കണക്ക് കൂട്ടുമ്പോ കാർ എന്താണ്? ലയബിലിറ്റി ആണ്. വീടും ഒരു ലയബിലിറ്റിയാണ്. അപ്പൊ നിങ്ങൾ പറയും, വീട്ടിൽ നമുക്ക് താമസിച്ചൂടെ? വീട്ടിൽ താമസിക്കട്ടെ, താമസം വളരെ അത്യാവശ്യമല്ലേ, വാടക വീട്ടിൽ താമസിക്കാമല്ലോ. അതിന്റെ മറുപടി. അപ്പോ നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കൺസെപ്റ്റില് ഇത് രണ്ടും, വീടും കാറും ലയബിലിറ്റിയാണ്. പക്ഷേ ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമാണ്. വീടും അത്യാവശ്യമാണ്, കാറും അത്യാവശ്യമാണ്. അപ്പൊ എന്ത് വേണം? ആദ്യം ഫൈനാൻഷ്യൽ ഫ്രീഡം നേടണം, എന്നിട്ട് വീട് വെക്കണം. ആദ്യം ഫൈനാൻഷ്യൽ ഫ്രീഡം നേടണം, എന്നിട്ട് കാർ വാങ്ങണം. ഇതായിരിക്കണം പോളിസി. നമ്മളിൽ ചില ആളുകൾ ഗൾഫിൽ വരുന്നത് തന്നെ എന്തിനാ? വീട് വെക്കാനാണ്. ഗൾഫിൽ നിന്ന് നാട്ടിൽ പോയാൽ വേറെ ഒന്നുമില്ലെങ്കിൽ ഒരു കാർ എടുത്തിരിക്കും, അല്ലെങ്കിൽ വാങ്ങിച്ചിരിക്കും. അവിടെയാണ് നമുക്ക് തെറ്റ് വരുന്നത്. അപ്പോഴാണ് നമ്മൾ 50 വയസ്സിൽ കഴിയുന്ന മറ്റേ പോലെ സെക്യൂരിറ്റി പണിയെ കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നത്. അല്ല, ഞാൻ അതിനെ കുറിച്ച് അയാളുടെ ആ ഒരു ആത്മാർത്ഥതയൊന്നും ചോദ്യം ചെയ്യല്ല, മറിച്ച് ഞാൻ ആ ഒരു ഫാക്ട് പറയണം. നമ്മുടെ മുന്നിൽ ജീവിതത്തിൽ വരുന്ന ഫാക്ടുകളാണല്ലോ ഇതൊക്കെ. അതിനെ കുറിച്ചാണ് ഒരു കൺസെപ്റ്റ് പറയുന്നത്. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ വരുമാനത്തിന്റെ 25% വീട് നിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളതാണ്. 25%. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള സേവിങ്സിന്റെ 25% വീട് നിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? 2000 രൂപ ശമ്പളം ഉള്ളവൻ 50 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് വീട് വെക്കും. എന്നിട്ട് ഈ 2000 കൊണ്ട് അതിങ്ങനെ എല്ലാ മാസവും അടച്ചു. നല്ലൊരു ശതമാനം സംഖ്യ പോകുന്നത് എങ്ങോട്ടാ? ബാങ്കിലേക്കാണ്. അതിലധികം പലിശയാണ്. ഈ പലിശ എന്ന് പറയുന്നത് ഇത്രയധികം പടച്ചോൻ അള്ളാന്റെ റസൂലിന്റെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു സംഗതിയാണ് പലിശ. പലിശ വാങ്ങുന്നതിനെ കുറിച്ച്, കൊടുക്കുന്നതും അതിനെ സാക്ഷി നിൽക്കുന്നതും ഒക്കെ ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞൊരു സംഗതിയാണ്. പക്ഷെ അതിന് വളരെ ലളിതമായിട്ട് നമ്മുടെ സമൂഹം, ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, നമ്മുടെ സമൂഹം എത്ര ലളിതമായിട്ടാണ് കാണുന്നത്. ഒക്കെ EMI ആണ്. വീട് EMI, കാർ EMI, അതിൻ്റെ അകത്ത് ഒരു ഇതും പരിഗണിക്കാതെ. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ച് ചിന്ത ഉണ്ടെങ്കിൽ ഇതാണ് ബേസിക് കൺസെപ്റ്റ്. അപ്പൊ ഒരാൾക്ക് ആദ്യം അസറ്റ് വാങ്ങുന്നതിന് മുൻഗണന കൊടുക്കണം. നമ്മൾ സമ്പാദിച്ചു തുടങ്ങുന്ന 1-ാം തീയതി മുതൽ നമ്മുടെ ലക്ഷ്യം, കാരണം ഈ വീട് വേണം നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ വീട് വേണം,
കാറ് വേണം, മറ്റെല്ലാ സൗകര്യങ്ങളും വേണം, നമുക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ വേണം. പക്ഷേ മുൻഗണന ഏതിന് കൊടുക്കണം? വരുമാനം ഉണ്ടാകുന്ന 1-ാം തീയതി മുതൽ നമ്മുടെ മുൻഗണന അസറ്റുകൾ വാങ്ങിക്കാനായിരിക്കണം. ആ അസറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് പണം പോക്കറ്റിൽ കൊണ്ടുവരണം. അതായത് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ആ പണം നമുക്ക് വേണ്ടി പണിയെടുക്കണം. അതാണ് അതിന്റെ അടുത്ത പോയിന്റ്. ഇനി ലയബിലിറ്റീസ് വാങ്ങുന്നത് അസറ്റിൽ നിന്നുള്ള വരുമാനം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ നിങ്ങൾ ജോലിക്ക് കയറി, ഇവിടെ ഖത്തറിൽ വന്നു ജോലിക്ക് കയറി, 5000 റിയാൽ ശമ്പളമുണ്ട്, അല്ലെങ്കിൽ 3000 റിയാൽ ശമ്പളമുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ 20 to 30% നമ്മൾ മാറ്റി വെച്ചു. ആ 20 to 30% എല്ലാ മാസവും അസറ്റുകൾ വാങ്ങാൻ തീരുമാനിച്ചു. ഏത് ടൈപ്പ് അസറ്റ്, എങ്ങനെ വാങ്ങും, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അസറ്റ് വാങ്ങാൻ തത്വത്തിൽ നമ്മൾ തീരുമാനിക്കും. ഇൻ പ്രിൻസിപ്പിൾ നമ്മൾ തീരുമാനിച്ചു അസറ്റ് വാങ്ങണം. എന്നിട്ട് ആ അസറ്റിൽ നമുക്ക് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതിലെ വരുമാനം ഉപയോഗിച്ചിട്ട് നമുക്ക് വീട് വെക്കണം. അപ്പോൾ ഒരു സെക്കൻഡറി ഇൻകത്തെ കുറിച്ച്, അസറ്റുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കണം ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ച് നമ്മൾ നടക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാക്കണം. മനസ്സിലാവണോ ഞാൻ പറയണം? ഓക്കെ. ഇറ്റ്സ് നോട്ട് ഹൗ മച്ച് മണി യു മേക്ക്, ബട്ട് ഹൗ മച്ച് മണി യു കീപ്. നിങ്ങൾ എത്ര പണം ഉണ്ടാക്കിയാലും, ഇപ്പൊ എനിക്ക് ഓർമ്മയുള്ള ആളുകൾ ഇവിടെ മുമ്പ് ക്യൂബിൽ, ഇന്നത്തെ ഖത്തർ അതിർത്തിയിൽ നല്ല ശമ്പളത്തിന് വർക്ക് ചെയ്ത ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ജോലി പോയപ്പോൾ അന്തം വിട്ടുപോയി. അങ്ങനെയുള്ള ആളുകൾ എനിക്ക് പറ്റുന്നത്. അവര് ചില്ലറ ശമ്പളമൊന്നുമല്ല വാങ്ങിയില്ല, ഒരു 25 to 30,000 പെർ മന്ത്, വർഷങ്ങളോളം 25 to 30,000 ശമ്പളം വർഷങ്ങളോളം വാങ്ങിയിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ജോലി പോയപ്പോൾ അന്തം വിട്ടുപോയി. കാരണം അവർ ഒന്നുമില്ല കയ്യിൽ, എല്ലാം ദൂരത്തടിച്ചു നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയോ വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട്, വീടുണ്ടാക്കിയിട്ടുണ്ട്, നല്ല കാറുണ്ട് വീട്ടില്, കല്യാണത്തിന് കൊടുത്തിട്ടുണ്ട്, വീട് താമസത്തിന് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ പരലോകത്തൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്, അതിനെല്ലാം അവർ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ മുതൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ 0. അപ്പൊ നിങ്ങൾക്ക് എത്ര ശമ്പളം ഉണ്ടെന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾ എത്ര ഭാവിയിലേക്ക് വേണ്ടി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രശ്നം. ജോലി ചെയ്ത് പണം കണ്ടെത്തുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറം നാം ഉണ്ടാക്കിയ പണം നമുക്ക് വീണ്ടും പണം ഉണ്ടാക്കി തരുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയാം, സാമ്പത്തിക സ്വാതന്ത്ര്യം. ഒറ്റൊരു വരുമാന സ്രോതസ് മാത്രമല്ല നമുക്കുണ്ട്. ജോലി ചെയ്ത് ശമ്പളം കിട്ടാൻ തുടങ്ങുന്ന ആ ദിവസം മുതൽ തന്നെ ആ പണത്തെ വീണ്ടും പണമാക്കി മാറ്റുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇത് പറയുമ്പോൾ ഈ പണത്തെ കുറിച്ച് എന്തൊക്കെ നമ്മൾ ചെയ്യുമെന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും ഇപ്പൊ തന്നെ. പക്ഷെ അതിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് പറയാം. ഒരു പോയിന്റാണ്, ധനികര് എന്ത് ചെയ്യുന്നു, അസറ്റുകൾ വാങ്ങിക്കുന്നു. ശരിക്കും ധനികരുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് അസറ്റ് കൂടുതലുണ്ടാവും എന്നുള്ളത് മാത്രമാണ്. പാവപ്പെട്ടവർ ചെലവുകൾ മാത്രം നടത്തുന്നു, മധ്യവർഗം ലയബിലിറ്റീസ് വാങ്ങിക്കൊടുക്കുന്നു. അപ്പോ റിച്ച്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഇതിന്റെ ഡെഫിനിഷനാണ്. അപ്പൊ നമുക്ക് റിച്ച് ആവണം, നേരത്തെ പറഞ്ഞ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഒറ്റ സംഗതിയുള്ളൂ, അത് ചെറുതാണെങ്കിലും അസറ്റുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പേ യു ഫസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എല്ലാ ബില്ലുകളും അടച്ചു തീർക്കാൻ നമുക്ക് നിർത്തിയിട്ടില്ല. വാട്ടർ, ഇലക്ട്രിസിറ്റി, വാടക, അതുപോലെ ടെലിഫോൺ, മൊബൈലിന്റെ ബില്ല്, നാട്ടിലേക്ക് അയക്കാനുള്ളത്, ഇതൊക്കെ ഇത് മാറ്റി നമ്മുടെ സ്വന്തത്തിന്റെ ബില്ല്, ടെലിഫോൺ ബില്ല് എങ്ങനെ അടക്കുന്നുവോ, ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ അടക്കുന്നുവോ, വാടക എങ്ങനെ കൊടുക്കുന്നുവോ, നാട്ടിലേക്ക് എങ്ങനെ അയക്കുന്നുവോ, അതുപോലെ നമുക്ക് വേണ്ടി ഒരു ബില്ല്, നമുക്ക് വേണ്ടി ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അത് മാറ്റി വെക്കാൻ സാധിക്കുക. ഇതാണ് പേ യു ഫസ്റ്റ്. ബിഫോർ പേയിങ് ഒരീതു, ബിഫോർ പേയിങ് കഹറബ, ബിഫോർ സെൻഡിങ് മണി ത്രൂ ഗൾഫ് എക്സ്ചേഞ്ച്, സിറ്റി എക്സ്ചേഞ്ച്, വടവർ, അതിനു മുമ്പ് നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ. ഇതാണ് നേരത്തെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ജോലിയിൽ നിന്നുള്ള വരുമാനം നിലച്ചാൽ എത്ര ദിവസം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും? അതാണ്, അതിനനുസരിച്ചാണ്, ഈ ദിവസങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് നിങ്ങളുടെ സമ്പത്തിന്റെ ചെലവ്. അതാണ്
നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നിയന്ത്രിക്കാം. മനസ്സിലാവണോ? ജോലി ഇല്ലെങ്കിലും മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ജോലി ഇല്ലെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ ശിഷ്ട ജീവിതത്തിന്റെ ചെലവുകൾ നിർവഹിക്കാനാവുന്ന വിധം ജീവിക്കാൻ സാധിക്കുക. ഓക്കെ, ഇനി ഒരു ഡയഗ്രാം. ഇതിനേക്കാൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഈ ഒരു 10 ഫൈനാൻഷ്യൽ റൂൾസ്, ഈ സ്ലൈഡ്സ് വഴി ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഇതിനോടൊപ്പം ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഒക്കെ ഞാൻ അയച്ചുതരാം. അതായത് ഒരു 10 ഫൈനാൻഷ്യൽ റൂൾസ് ഉണ്ട്. അത് നമുക്ക് ചിലത് നമുക്ക് ബാധകമാവില്ല, ചിലത് മാത്രമേ നമ്മളെ സംബന്ധിച്ച് നമ്മളെ പോലത്തെ ഒരു സൊസൈറ്റിക്ക് ബാധകമാവുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട 3 എക്സ്പെൻസുകൾ: ട്രാൻസ്പോർട്ടേഷൻ, നേരത്തെ പറഞ്ഞ കാറ്, ഹൗസിങ്, ഫുഡ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യം മനസ്സിലാക്കിയിട്ട് ആ 3 സംഗതികളിൽ അത്യാവശ്യത്തിന് മാത്രം ചെലവഴിക്കുക. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യം വേണം. ചിലർക്ക് കാർ നിർബന്ധമായിരിക്കും, ചിലർക്ക് അത്ര നിർബന്ധമാവില്ല, മെട്രോയിൽ പോയാൽ മതിയാവും. അപ്പൊ അവർ കാർ വാങ്ങിക്കരുത്. കാരണം ഒരു കാർ വാങ്ങിക്കുന്നതിന്റെ ചെലവുകളെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട്. ഇതുപോലെ അവിടെയാണ് ചെലവ് കുറയ്ക്കുന്നതിന്. രണ്ടാമത്തെ ഒരു പേ യുവർ ഫസ്റ്റ് റൂള്, ഞാൻ നേരത്തെ പറഞ്ഞ റൂള്. പിന്നെ ഓട്ടോമേഷൻ റൂള്. നമ്മുടെ പല സംഗതികളും ഓട്ടോമേറ്റ്, പക്ഷെ നിങ്ങളെ പോലത്തെ ചെറുപ്പക്കാർക്ക് പലതും ഓട്ടോമേറ്റ് ചെയ്യാം. എല്ലാം ഇങ്ങനെ ഇപ്പൊ നമുക്ക് പണ്ട് ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന കാലത്ത് നമുക്ക് എക്സ്ചേഞ്ച് സെന്ററിൽ പോയി ക്യൂ നിൽക്കണം, കുറച്ച് പൈസ നാട്ടിലേക്ക് അയക്കണം. ആ പൈസ ക്യൂ നിന്ന് അടച്ചാല് 3 ദിവസം 4 ദിവസം അല്ല ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ. പക്ഷെ ഇപ്പോഴോ അത് നമുക്ക് ആപ്പിൽ ചെയ്യാൻ പറ്റും, അല്ല വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത്ര സമയം നമുക്ക് ലാഭമാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സമ്പാദിക്കാനുള്ള, പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള സമയങ്ങൾ ഇങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട്. അതൊരു സംഗതി. പിന്നെ 10,000 റിയാല് നിങ്ങൾക്ക് ഒരു വർഷം സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു ടാർഗറ്റ് വെക്കണം. ഒരു ഫോർ എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്, ഇതിൽ ഡോളറാണ്. 10,000 റിയാല് ഈ വർഷാവസാനം എന്റെ കയ്യിൽ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 27.4 റിയാൽ നിങ്ങൾ സേവ് ചെയ്യണം. അത് ഞാൻ പറയാൻ കാരണം, സിഗരറ്റ് വലിക്കുന്ന ആള് നമ്മുടെ മനസ്സിൽ അങ്ങനെ വളരെ അപൂർവമായിട്ട് ഉണ്ടാവും. ഒരാൾ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ അയാൾ മിക്കവാറും ഇത്രയും പൈസക്ക് സിഗരറ്റ് വലിക്കും മിനിമം. അല്ലെങ്കിൽ കുറെ ചായ കുടിക്കുന്ന ആളുകൾ വെറുതെ ചായ കുടിക്കും, ഒരു ആവശ്യമില്ല. ചായ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഞാനിപ്പോ ഈ പറയുന്നത് ഇതൊക്കെയാണ് ഈ പുള്ളി പറയുന്നത്, കുറെ ചായ. പക്ഷെ അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ വളരെ സിമ്പിളായി കാണുന്ന പലതും നമുക്ക് കുറക്കാൻ പറ്റിയാൽ നമുക്ക് ഇപ്പൊ എന്താ നേടാൻ പറ്റും. അതെനിക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അതായത് എവിടെയാണ് നമ്മുടെ എത്ര പേര് കണക്കെഴുതി വെക്കാറുണ്ട്? ഒന്ന് കൈവയ്ക്കാം, സത്യസന്ധമായി കൈവയ്ക്കാം. എത്ര പേര് കണക്കെഴുതി വെക്കാറുണ്ട്? കിട്ടുന്ന ആളുകൾ വളരെ കുറച്ച് പേരുണ്ട്, ഒരു പകുതി ഉണ്ടെന്നാണ്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ അടുത്ത് 1999 മുതൽ 1999 മുതൽ ഇന്ന് വരെയുള്ള എവറി ദിർഹം, ഞാൻ UAE-ലായിരുന്നു ആദ്യം, എവറി ദിർഹം സ്പെൻഡ്, എവറി ദിർഹം ഏൺസ്, അതിന്റെ കണക്കുണ്ട്, ഇപ്പോഴും ഉണ്ട് എൻ്റെ അടുത്തുണ്ട്, ഈ കമ്പ്യൂട്ടറിലുണ്ട്. അത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് എവിടെ പോകുന്നു, എത്ര പൈസ എനിക്ക് വരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് വലിയൊരു പണിയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ എഴുതുന്ന ആളുടെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചിട്ടേ ശരിയാവുള്ളൂ. അങ്ങനെ എഴുതുന്ന ആളെ എങ്ങനെയാണ് അത് എഴുതുന്നതെന്ന് പറഞ്ഞാൽ, ആർക്കും സ്വന്തമായിട്ട് കണക്കൊന്നും പറയണ്ട, ശമ്പളം കിട്ടി ശമ്പളം ഒന്നും പറയണ്ട, പക്ഷെ കൃത്യമായി കണക്ക് എഴുതുന്ന ആളെ എങ്ങനെയാണ് അത് എഴുതുന്നത് ഒന്ന് പറയാമോ? പറയാം, ഒന്ന് പറയാം. അതായത് എങ്ങനെയാണ് അത് എഴുതുന്നത്? അതായത് എന്തൊക്കെ സ്പെൻഡ് ചെയ്തു? അതായത് ഉദാഹരണത്തിന് നിങ്ങൾ സാരി ഒരു പ്രാവശ്യം കിട്ടുള്ളൂ, മാസം ഒരു പ്രാവശ്യം കിട്ടുള്ളൂ, ഒറ്റ പ്രാവശ്യം. പക്ഷെ എല്ലാ ദിവസവും ഇപ്പൊ നിങ്ങൾ ടാക്സിക്ക് ചെലവഴിച്ചത്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കമ്പനി ഉണ്ടാവും. അതെന്നിട്ട് ഒരു എക്സൽ ഷീറ്റിലേക്കോ മറ്റോ മാറ്റോ, അതേ വെറും മൊബൈലിൽ തന്നെ ഇരിക്കണം, ഡയറിയിലേക്ക് മാറ്റും. അപ്പം തുടക്കം മുതൽ അവസാനം വരെയുള്ള കണക്കുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. വെരി ഗുഡ്, നല്ലതാണ്. പിന്നെ ഇനി വേറെ ആൾ പറയും, വേറെ ആരങ്ങനെ നിങ്ങൾ എഴുതി വെക്കണമല്ലോ, റഷാദ് പറയും. എഴുതി വെക്കും.
സക്കാത്ത് കൊടുക്കുക, അതായത് നമുക്ക് ഇത്ര വരുമാനം കിട്ടി, ഇത്ര അടിസ്ഥാന ചെലവ് വെരി ഗുഡ്. അതായത് അത് വലിയൊരു പാടാണോ, വലിയൊരു പ്രശ്നമാണോ എന്നല്ല, അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചുകൊണ്ട് ആ സമയം എന്തല്ല നഷ്ടമല്ല. നമ്മുടെ എല്ലാവരും ഒരു മടി എന്താ, എഴുതാത്തവർ അത് പറഞ്ഞ ന്യായം എന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പറയാം എന്തുകൊണ്ട് അത് എഴുതാത്ത ആളുകൾ എഴുതുന്നതെന്ന് മനസ്സിലാവും. അതാണ് ഇതുവരെ പറഞ്ഞത്. അതാണ് ഇതുവരെ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായ എന്തിനു വേണ്ടി എഴുതണമെന്ന്. അല്ല കാര്യം അത് ന്യായോട് എന്തിനെഴുതണം. കാരണം എനിക്ക് 1000 റിയാൽ, ഒരു എക്സാമ്പിൾ 1000 റിയാലുണ്ട്, 200 റിയാൽ വാടക, 100 റിയാൽ ബസ്, ഫോർ എക്സാമ്പിൾ. അതിന് പ്രൊപ്പോർഷനായിട്ട് പറഞ്ഞു 500 റിയാൽ നാട്ടിലേക്ക്, പിന്നെ 100 റിയാലിന്റെ കടത്തിലേക്ക്, പിന്നെ എന്തിന് ഞാൻ എഴുതണം? അങ്ങനെയല്ലേ ചിന്തിക്കണം? ഈ 20% സേവ് ചെയ്യണമെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ 20% സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എഴുതേണ്ടി വരും. അല്ല അതെ. അപ്പൊ ആ സേവ് ചെയ്യാനുള്ള, നിങ്ങൾ അത് സേവ് ചെയ്യുമ്പോ മറ്റൊരു ചെലവ് കുറക്കണ്ടേ? അതായത് ഇപ്പൊ എന്താ ചെയ്യുന്ന, ഇപ്പൊ 1000 റിയാൽ കിട്ടണമെങ്കിൽ 1000 മുഴുവൻ ചെലവാക്കണല്ലോ. ഈ നാളെ മുതൽ നിങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾ പ്രോമിസ് ചെയ്തെന്താ എന്നോട്? ഇപ്പൊ നിങ്ങൾ ഇരുന്നല്ലോ 20% സേവ് എന്ന് പറഞ്ഞിരുന്നല്ലോ. നാളെ മുതൽ നിങ്ങൾ സേവ് ചെയ്യാൻ പോകും. അപ്പൊ ഈ സേവ് ചെയ്യണമെങ്കിൽ എവിടെയൊക്കെ എത്ര ചായ കുറക്കണം, നാട്ടിലേക്ക് അയക്കുന്നതിൽ എത്ര കുറവ് വരുത്തണം, ഫോൺ ഉപയോഗം എത്ര കുറക്കണം, ഡാറ്റ എത്ര ഉപയോഗിക്കണം, ഇതൊക്കെ കണക്ക് കൂട്ടിയാലാണ് 20% സേവ് ചെയ്യാൻ പറ്റുള്ളൂ. 20% സേവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെലവാക്കാനുള്ളത് മിനിമം ഞാൻ പറഞ്ഞ മിനിമം 20% പറഞ്ഞ, അതിനേക്കാൾ അപ്പുറം എത്ര ആവാം. അല്ല ഞാൻ പറയുന്നത് ബേസിക്കലി നിങ്ങൾക്ക് യു കനോട്ട്, ഒരു തത്വമുണ്ട്, യു കനോട്ട് ഇംപ്രൂവ് വാട്ട് യു കനോട്ട് മെഷർ. എന്താ പറഞ്ഞ? യു കനോട്ട് ഇംപ്രൂവ് വാട്ട് യു കനോട്ട് മെഷർ. ഇപ്പോ ഹാഫിസ് കണക്ക് എഴുതുന്നേ ഇല്ല, ബിസിനസ്സിൽ എന്തെങ്കിലും ലാഭം ഉണ്ടാവോ? ലാഭം ഉണ്ടാവും. എന്തുകൊണ്ടുണ്ടാവില്ല? വരുന്ന എത്ര അറിഞ്ഞൂടാ, പോണ എത്ര അറിഞ്ഞൂടാ, ഉണ്ടാവില്ലല്ലോ. അദ്ദേഹത്തിന് ഒരു ബിസിനസിനെ ലാഭകരമാക്കണമെങ്കിൽ കൃത്യമായ കണക്ക് വേണം. നമ്മളും അതുപോലെ തന്നെയല്ലേ, നമ്മൾ ജോലി ചെയ്യുന്നു, ശമ്പളം കിട്ടുന്നു, ചെലവഴിക്കുന്നു. ബേസിക് അതേ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്, ബ്രാഡ്മെയിൽ നടക്കുന്ന അതേ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് ഖത്തർ ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന എന്റെ ജീവിതത്തിൽ നടക്കുന്നത്. നിങ്ങള് അതിലെവിടെ വർക്ക് ചെയ്യുന്നത്? ബ്രൂണലിൽ വർക്ക് ചെയ്യുന്ന ആദിലിന്റെ ജീവിതത്തിൽ നടക്കുന്നത് എല്ലാവർക്കും നടക്കുന്ന അതാണ്. സെയിം പ്രിൻസിപ്പിൾ ആണ്. പക്ഷെ നമുക്ക് കണക്കെഴുതണ്ട, ബ്രാഹ്മക്കാർ കണക്കെഴുതിയാൽ മതി എന്ന് നമ്മൾ വെച്ചേക്കുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. സോ യു കനോട്ട് ഇംപ്രൂവ് വാട്ട് യു കനോട്ട് മെഷർ. അപ്പൊ മെഷർ ചെയ്യണം. എവിടെ പോകുന്നു എനിക്ക് കിട്ടുന്ന ശമ്പളം, എവിടെ പോകുന്നു, എങ്ങനെ അത് വരുന്നു, എവിടെ പോകുന്നു, ഇത് കൃത്യമായി കണക്ക്. മനസ്സിലായോ പറയണം? അതിൽ തന്നെ പിന്നെ നമുക്ക് പറ്റുന്ന റൂളുകളിൽ ഇൻക്രീസ് ഏർണിങ്സ് നമ്മൾ പറയുന്നുണ്ട്, ഡിക്രീസ് യുവർ സ്പെൻഡ്, ഇൻവെസ്റ്റ് എവറിത്തിങ് ലെഫ്റ്റ് ഓവർ, അതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ റൂൾ ഓഫ് 72, അത് അത്ര പ്രശ്നമല്ല. ഓക്കെ ശരി. ഓക്കെ ഇനി ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ സേവ് ചെയ്തല്ലോ. അപ്പൊ നാളെ പോലെ നിങ്ങൾ എത്ര, നാളെ പോലെ 20% നിങ്ങൾ സേവ് ചെയ്യാൻ പോകും. ഇനി 20% എവിടെയൊക്കെ നിക്ഷേപിക്കണം, അതാണ് പറയാം. കാരണം ആ പൈസ വെറുതെ വെച്ചുകൊണ്ടിരുന്ന വളരോ, വെറുതെ വെച്ചുകൊണ്ടിരുന്ന അത് കുറയുള്ളൂ. കാരണം എന്താ? ഇൻഫ്ലേഷൻ ആണ്, അത് കുറയുള്ളൂ. അപ്പൊ ഈ പണം നമുക്ക് വേണ്ടി പണം ഉണ്ടാക്കി തരണം. നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴും നമ്മൾ സേവ് ചെയ്ത് വെച്ച പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ആ മാർഗങ്ങളെ പറയാം. റിയൽ എസ്റ്റേറ്റ് ഒരു മാർഗമാണ്, പക്ഷേ ഒരുപാട് പൈസ വേണം അല്ലെ? വല്ല ബിസിനസ് സെന്ററിലോ സിറ്റിയുടെ അടുത്തൊക്കെ പഴയതുപോലെ ഭൂമി വാങ്ങിയിട്ട് വലിയ കാര്യമുണ്ടോ? ഭൂമി വാങ്ങിയ ഏറ്റവും വലിയ മണ്ടത്തരമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഗ്രാമപ്രദേശത്തിലൊക്കെ എന്തെങ്കിലും നമ്മുടെ വീടിന് പറ്റിയത് ഒഴിച്ചു നിർത്തി ബാക്കി നാളെ വില കൂടിയിട്ട് വിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഭൂമി വാങ്ങല് അപാര മണ്ടത്തരമുണ്ട്. അതിനിപ്പോ നിൽക്കരുത്. അപ്പൊ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അത്രയും. സ്വർണം ആഭരണമായിട്ട് വാങ്ങിയ ഒരു ലാഭമില്ല. ആഭരണമായിട്ട് വാങ്ങിയാൽ ഒരു ലാഭം. അതേസമയം സോവറൻ ഫണ്ടുകളുണ്ട്, ETF ഉണ്ട്, അതിൽ ശരിയായ കംപ്ലൈന്റ് ആയിട്ടുള്ള ഫണ്ടുകളുണ്ട്, അല്ലാത്തതുകൊണ്ട് നമ്മുടെ
ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയ ഫണ്ട് ഉണ്ട് ഗോൾഡ് സോവറിൻ, പക്ഷെ അതിൽ പലിശ ഉണ്ട്. അതല്ലാത്ത നമുക്ക് ഇപ്പോ ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ചില വാഹിദ് എക്സ് എന്നൊക്കെ പറയുന്ന ചില ഈ ഇത്തരം ശരിയാ കംപ്ലൈന്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ഓഫർ ചെയ്യുന്ന കമ്പനികളുണ്ട്. അവരുടെ ഗോൾഡ് സോവറിൻ ഫണ്ടുകളുണ്ട്. അതൊക്കെ നമുക്ക് വാങ്ങിക്കാം. കാരണം ഗോൾഡിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ലാഭം നേടിത്തരുന്ന ഒരു സംഗതിയാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ നമ്മളതൊരു നമ്മുടെ അടുത്ത് കുറച്ച് പൈസ വരുമ്പോൾ ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ്, നമ്മൾ ബിസ്ക്കറ്റ് എന്ന് പറയില്ലേ, കള്ളക്കടത്തിന് വേണ്ടിയിട്ടല്ല, അത് വാങ്ങിയിട്ട് നമ്മൾ വെക്കുക. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ? സൂക്ഷിക്കാനുള്ള പ്രശ്നമുണ്ട് അല്ല, എവിടെ സൂക്ഷിക്കാം? അത് സക്കാത്തിന്റെ പ്രശ്നമുണ്ട് അല്ല, പ്രശ്നമുണ്ട് സക്കാത്ത് അല്ല. പക്ഷെ അതൊരു നല്ല സക്കാത്ത് കൊടുത്താലും 2.5% സക്കാത്ത് കൊടുത്താലും അതെന്താണ്? ലാഭമാണ് സ്വർണത്തിന്റെ കണക്കൂട്ടലനുസരിച്ച്. പക്ഷെ ആഭരണമായിട്ട് വാങ്ങിച്ചാൽ അതില് പണിക്കൂലി അല്ല പണിക്കുറവ് നമ്മൾ വിൽക്കുമ്പോ മാത്രം നമ്മൾ വിൽക്കുകയില്ല. വിറ്റിട്ട് പെണ്ണുങ്ങളെ ആഭരണത്തിന്റെ സംഭവം എന്താ? നമ്മളത് കൊടുത്ത് മാറി മേടിക്കാനല്ലാതെ ഒരിക്കലും അത് വിറ്റ് പൈസ ആരും തരയില്ല. പൈസ സ്വർണത്തിന്റെ ആഭരണമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ജ്വല്ലറി പോയിട്ട് പൈസ തരാൻ പറ്റുമെന്ന് ചോദിച്ചു പൈസ തരില്ല, നമ്മൾ വേറെ മേടിക്കേണ്ടി വരും. പിന്നെ സെക്യൂരിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ് ഞാൻ അധികവും പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ പോലത്തെ ഒരു 500 രൂപയൊക്കെ മാസം സേവ് ചെയ്യാൻ പറ്റും. 500 രൂപ, നമ്മുടെ നാട്ടിൽ 500 രൂപ, ഇവിടുത്തെ 500 റിയാലല്ല, 500 രൂപ പോലുള്ളതൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സമയം കുറച്ചും കൂടി ഇല്ല. നമുക്ക് എത്ര മണിവരുണ്ട്? 3:15 വരെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഇന്ററാക്ഷൻ ഒക്കെ ഉള്ള സമയം ഉണ്ടാവും. ഈ ഇടയ്ക്ക് ചോദിക്കാട്ടോ, നമ്മൾ ലാസ്റ്റ് വരെ കാത്തിരിക്കണമെന്നില്ല. സെക്യൂരിറ്റീസ്, അതായത് നമ്മുടെ ഇപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് പറയുന്ന സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രീമാണ്. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ അതിനെ പൂർണ്ണമായിട്ട് അകറ്റി നിർത്തി. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു, കുറച്ച് പേര് മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതെന്തോ ഇടിഞ്ഞു വീഴുന്ന സാധനമാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് അതിനെ അകറ്റി നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത എക്സ്ട്രീം എന്താ, ഉള്ള ഷെയർ ഒക്കെ വാങ്ങി കൂട്ടി ഇതുപോലെ എക്സിറ്റ് പോൾ വരുമ്പോൾ തകർന്നിട്ട് പൈസ നഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഇഷ്ടം പോലെ അങ്ങനത്തെ ആളുകളെ എനിക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം പൈസ പോയ കുറെ ആളുകളെ എനിക്കറിയാം. കാരണം അവർ ഈ ഡേ ട്രേഡിങ് നമുക്ക് ശരിക്കും ഹലാലല്ലാത്ത അത്തരം ട്രേഡിങ്ങിലൊക്കെ പോയിട്ട് പൈസ. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു മധ്യമമാർഗമുണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ പൂർണ്ണമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഷെയറും വാങ്ങിക്കും നിങ്ങൾ അതല്ലാത്ത എന്നാൽ പൂർണ്ണമായിട്ട് ഇത് മാറി നിൽക്കാത്ത ഇതിന്റെ ഇടയിൽ ഒരു മധ്യമ മാർഗമുണ്ട്. അതാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ ഒരുപാടുണ്ട്. പക്ഷെ അതിൽ ഇന്നത്തെ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ മിക്കവാറും ആളുകൾ അംഗീകരിച്ച ശരിയാ കംപ്ലൈന്റ് ആയിട്ടുള്ള 2 ഫണ്ട് ഉണ്ട് നമ്മുടെ നാട്ടില്. ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്. നിങ്ങൾ പലരും കേട്ടോ. അത് ശരിയാ ബോർഡുണ്ട് അതിന്. അവര് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ അതേസമയം പൂർണ്ണമായിട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതനുസരിച്ച് അവർ ശരിയാ കംപ്ലൈന്റ് ആയിട്ട് ഈ ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നമുക്കൊരു നല്ല മാർഗമാണ്. അതിനകത്തേക്ക് ഞാൻ വരാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഈ ടോറസും നല്ലത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ബാങ്ക് ഡെപ്പോസിറ്റ്. പക്ഷെ ബാങ്ക് ഡെപ്പോസിറ്റ് ഇവിടെ പറ്റും. ഇവിടെ ഇസ്ലാമിക് ബാങ്കിൽ നമ്മൾ ഇട്ടാൽ ചെറിയ എമൗണ്ട് ആണ് കിട്ടുക. 3.75% ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ അതും 100,000 എടുത്തി വരും. മിനിമം 100,000 എങ്കിലും വേണ്ടി വരും. എനിക്ക് തോന്നാം QIBയിൽ 25,000 50,000 ഒക്കെ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ QIIBയിലൊക്കെ 100,000 കൂടി ഞങ്ങളെ പറ്റും. അപ്പോൾ ഒരുപാട് പൈസ വേണ്ടി വരും. നമ്മളെ പോലത്തെ എല്ലാവർക്കും നമ്മളിൽ ഓൾമോസ്റ്റ് മെജോറിറ്റിക്ക് അത് പറ്റിക്കോണമെന്നില്ല. ഓക്കെ, അതും കിട്ടുക എത്രയാണ്? 2.75%, 3%. മാക്സിമം 4 ഇയേഴ്സിന് ഇട്ടാൽ 3.75% QIBയിൽ 4% അത്രേ കിട്ടുള്ളൂ. അപ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് അട്രാക്റ്റീവ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വേ. സ്റ്റിൽ ഇറ്റ്സ് എ ഇല്ല. ഇസ്ലാമിക് ബാങ്കിലത് അവർ ആ പൈസ ഉപയോഗിക്കുക പ്രോപ്പർട്ടി ബിൽഡ് ചെയ്യണം, പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റിലാണ്. ഇസ്ലാമിക് ബാങ്കാണ് പറയാം. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിക് ബാങ്കിൽ മുഷാറക്ക എന്നുള്ള കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മുടെ പൈസ അവർ ഉപയോഗിക്കുക. ആ ഉപയോഗിക്കുന്ന പൈസയുടെ ഒരു പെർസെന്റേജ് ആണ് നമുക്ക് തരിക. അതുകൊണ്ട് അത് ഇൻട്രസ്റ്റ് അല്ല, മറിച്ച് പ്രോഫിറ്റ് ആണ്. ഫിക്സഡ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ഇസ്ലാമിക് ബാങ്കിന്റെ അതിന്റെ ബോർഡ്, പ്രത്യേകിച്ച് ശരിയ ബോർഡ് അനുവദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർക്കൊരു ഫിക്സഡ് അല്ലാത്ത ഒരു എമൗണ്ട് കൃത്യമായി പറയാൻ കഴിയില്ല.
അവരുടെ പല ഡൈവേഴ്സ് ബിസിനസ് ആണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബിസിനസ് ആണെങ്കിലാണ് നമ്മൾ പറഞ്ഞ ഫിക്സഡ് അല്ലാത്ത പ്രോഫിറ്റിലും ലോസിലും പങ്കാളികളാവുന്ന ഒരു പരിപാടി പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഈ ശരിയ ബോർഡ് തന്നെ ശരിയായ പല പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഫിക്സഡ് ആയിട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ആ അടിസ്ഥാനത്തിൽ അത് ഹലാലാണ്. മനസ്സിലാവണം, ഹലാലാണ്. പിന്നെ ബിസിനസ് സംരംഭങ്ങൾ, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ബിസിനസ്സുകൾ, അതും താല്പര്യമുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള ഒരു എനർജി ഉണ്ടെങ്കിലൊക്കെ ചെയ്യാവുള്ളൂ. എല്ലാവരും ബിസിനസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു പ്ലാൻ ഇല്ലാത്തൊരു ചെയ്താൽ അതിന്റെ അവസ്ഥ എന്താവും നമുക്കറിയാം. പിന്നെ പങ്കാളിത്ത സംരംഭം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. പറഞ്ഞു അതെ. വരും. അതാണ്. അപ്പൊ ഈ 3.47% അല്ലെങ്കിൽ 4% കിട്ടിയാൽ ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോൾ അത് എവിടെ എത്തൂല. സോ ഇറ്റ്സ് നോട്ട് ഫീസിബിൾ. അല്ലെങ്കിൽ അവിടെ നമുക്ക് ഇത്ര പറയാൻ പറ്റുന്നത് എന്റെ പണം എവിടെ പോണില്ല, അൽഹംദുലില്ലാ അത്രയും സമാധാനം പറയാൻ പറ്റുള്ളൂ. വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോളിസി സ്കീമിലേക്ക് കൊണ്ടുവരുന്നതിന് നല്ലതാണെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വളർച്ച ഉണ്ടാകാം. ഒരു 10%, 12%, 15% ഒക്കെ വളർച്ച ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കാർഷിക സംരംഭങ്ങൾ, നാട്ടിലൊക്കെ അത്തരം സംരംഭങ്ങൾ ചെയ്യുന്ന ധാരാളം പേരുണ്ട്, നല്ല ലാഭം കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് നേരിട്ട് ഇൻവോൾവ്മെന്റോ നേരിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനൊക്കെ പറ്റുന്ന സംഗതികളായിരിക്കും. അതൊക്കെ അതിനകത്തൊക്കെ ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പക്ഷെ ഓപ്ഷനുകളാണ്. ഓരോരുത്തരും അവരവരുടെ സാധ്യതക്കും നമ്മുടെ പൊട്ടൻഷ്യലും അനുസരിച്ച് ചെയ്യേണ്ട സംഗതിയാണ്. ഓക്കെ, ഇനി ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പറയാം. മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇതുകൊണ്ട് ഇതിനെ മാത്രം ഇത്ര പ്രാധാന്യത്തോടെ പറയാമെന്ന് ചോദിച്ചാൽ, നമ്മളെ പോലത്തെ ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സംഗതി, അതായത് ചെറിയ എമൗണ്ട് സേവ് ചെയ്യുന്നു എല്ലാ മാസവും. 500 രൂപ, 1000 രൂപ, 5000 രൂപ, 10000 രൂപ, നമ്മുടെ നാട്ടിലെ രൂപ. അതുപോലെ അവർക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴി, പ്ലസ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ, ഇതൊക്കെ കിട്ടാൻ നല്ലത് ഏറ്റവും നല്ല ഒരു വഴിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ ഞാനൊരു മ്യൂച്വൽ ഫണ്ടിന്റെ ഏജന്റ് അല്ല, അത് ക്ലിയർ ആക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതേസമയം ഞാൻ മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ പറഞ്ഞ രൂപത്തിൽ അധികം വല്ലാതെ നമുക്ക് അമിതമായിട്ടല്ലാതെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിൽ ഒരു പെൻഷൻ ഫണ്ട് പോലെ, ഒരു റിട്ടയർമെന്റ് ഫണ്ട് പോലെ എനിക്ക് അത് ആക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ച ചോദ്യമില്ല, ഇപ്പൊ ജോലി പോയിട്ട് നാട്ടിലേക്ക് പോയാൽ, ഇപ്പൊ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോയാൽ മാന്യമായി ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങളോട് അതിൽ കൈവെക്കേണ്ട ഒരാളാണ് ഞാൻ, ബിക്കോസ് ഓഫ് ദിസ്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഖത്തർ ഗ്യാസിലൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്ക് ഇത് പറ്റും എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. അല്ല, 1000-2000 റിയാൽ ജോലി ചെയ്തിട്ട് ഇതുപോലെ, പക്ഷെ ഓരോരുത്തരുടെ ലെവൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇതുപോലെ സമാധാനത്തോടു കൂടി നാട്ടിലേക്ക് തിരിഞ്ഞു പോയ എത്രയോ പേരെ എനിക്കറിയാം. എത്രയോ പേരെടുത്ത് പറഞ്ഞ് നമ്പർ തന്ന് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന അത്തരം ആളുകളുണ്ട് എന്റെ പരിചയത്തിൽ. അപ്പൊ അതുകൊണ്ട് ശമ്പളം എത്ര വരുമാനം എന്നൊന്നും പ്രശ്നമല്ലോ. ശമ്പളം എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അടുത്ത്, വരുമാനം ഉണ്ടോ എല്ലാ മാസവും, എങ്കിലും അവർക്ക് ചെയ്യാം. അതിന്റെ ഇതാ വെച്ചാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നതാണ്. ഇപ്പൊ നമ്മള് 10,000 രൂപ എന്ന കണക്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ 10,000 രൂപ എന്ന് പറഞ്ഞാൽ എത്ര റിയാലായി? 400 അല്ലെ? 400 റിയാൽ കൂട്ടിക്കോ, റൗണ്ട് ആക്കി. നമ്മൾ നേരത്തെ പറഞ്ഞ 2000 റിയാൽ വരുമാനം ഉണ്ടെങ്കിൽ 20% എത്രയായി? 400 ആയില്ലേ? 2000 റിയാൽ വരുമാനം ഉണ്ടെങ്കിൽ 20% 400 റിയാലായില്ലേ? ആ 400 റിയാലിനെ കുറിച്ചാണ് ഈ പറയുന്നത്. മിനിമം ഒരു 2000 റിയാൽ വരുമാനമുള്ള ഒരാൾ അയാളുടെ 20% സേവ് ചെയ്യണമെങ്കിൽ എല്ലാ മാസവും അയാൾക്ക് ഒരു 10,000 രൂപ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അയാള് മാസം തോറും ആ പൈസ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെ ടാറ്റ എത്തിക്കൽ ഫണ്ട് പോലെ, ടോറസ് എത്തിക്കൽ ഫണ്ട് പോലെ ശരിയാ കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ 5 വർഷം കഴിഞ്ഞാൽ അത് ഏതാണ്ട് 7.5 ലക്ഷം രൂപയായിട്ട് മാറും. ഓക്കെ, 10, 15, 20 വർഷങ്ങളിൽ അത് 20, 41, 75 ലക്ഷമായിട്ട് മാറും. ഈ മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോമ്പൗണ്ട് ഗ്രോത്ത് എന്ന് അതിനെ പറയാം. കോമ്പൗണ്ട് ഗ്രോത്ത്, അത് നമ്മളിപ്പോ ഈ 20 വർഷം കൊണ്ട് ഈ 10,000 രൂപ വെച്ചിട്ട് കണക്കൊന്ന് ഇത് നോക്കിയെങ്കിൽ ഇപ്പൊ ഒന്ന് കണക്കൂട്ടി നോക്കും. ഒരു വർഷം
മാസം 10,000 എന്ന് പറയുമ്പോൾ ഒരു വർഷം എത്രയായി? 1,20,000 അല്ലേ? 1,20,000 ഇൻറ്റു 20 എത്രയായി? നോക്ക്, എത്ര ലക്ഷമായി? 24 ലക്ഷം. ആ 24 ലക്ഷം 20 വർഷം കൊണ്ട് എത്രയാണെന്ന് പറയുന്നത്? 75 ലക്ഷം. ഏത് ശതമാനം? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചു കേട്ടോ, ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചു എത്ര ശതമാനമാണ് അതിന്റെ വളർച്ച? 10%. അതെങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ, നമ്മളൊരു മാസം 10,000 ഇടുമല്ലോ, അടുത്ത മാസം 10,000 ഇടും. അപ്പൊ ഈ 10,000 രൂപയ്ക്ക് ഒരു സർട്ടൻ പെർസെന്റേജ് യൂണിറ്റ് കിട്ടും. മ്യൂച്വൽ ഫണ്ടിലെ സർട്ടൻ നമ്പർ യൂണിറ്റ് കിട്ടും. പിറ്റത്തെ മാസം 10,000. അപ്പോഴേക്കും ഈ അതിന്റെ NAV എന്ന് പറയും, അതിന്റെ പ്രൈസ്, യൂണിറ്റിന്റെ പ്രൈസ്, നെറ്റ് അസറ്റ് വാല്യൂ, അത് കുറച്ച് കൂടിയിട്ടുണ്ടാവും. ചിലപ്പോൾ കുറഞ്ഞുണ്ടാവും, കൂടും കുറയൊക്കെ ഉണ്ടാവും. പക്ഷെ ഓവറോൾ 10%. ഇപ്പൊ നമ്മളത് കണക്കൂട്ടുന്ന 1996 ടാറ്റ എത്തിക്കൽ ഫണ്ട് നിലവിൽ വന്നത്. 1996 ഇന്ന് വരെ മിനിമം 14% അവർക്ക് ആവറേജ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ആവറേജ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നാളെ അത് താഴെ പോകും, ചിലപ്പോൾ മറ്റന്നാൾ വീണ്ടും താഴെ പോകും, അതിന്റെ പിറ്റേന്ന് വീണ്ടും താഴെ പോകും. പക്ഷെ 4-ാം നാള് റിക്കവർ ചെയ്യും. പണ്ട് നമ്മൾ ഇന്ന് എടുത്തിട്ട് നാളെ വിറ്റാൽ ഈ ലാഭം കിട്ടൂല. അതുകൊണ്ടാണ് പറഞ്ഞ ലോങ് ടേമിന് 20 വർഷം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ നിങ്ങളെ പോലത്തെ ഓഡിയൻസിന് ഈ പറഞ്ഞ സംഗതി ഏറ്റവും ഇഫക്റ്റീവായി ചെയ്യാൻ പറ്റും. എന്തിന്? ഒരു റിട്ടയർമെന്റ്. നമ്മളൊരു ഇപ്പൊ നമുക്ക് 30 വയസ്സുണ്ടെങ്കിൽ 50 വയസ്സാകുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുമെന്ന് വെച്ചാൽ ആ 50 വയസ്സ് വരെ ഒരു 10,000 രൂപ എല്ലാ മാസവും 400 റിയാൽ, കേവലം 400 റിയാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയാൽ 20 ഇയേഴ്സ് കഴിയുമ്പോൾ 75 lakhs നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. അത് ആ മ്യൂച്വൽ ഫണ്ട് നാട്ടിൽ ചെല്ലുമ്പോൾ ഫുൾ ആയിട്ട് വിഡ്രോ ചെയ്യാതെ 1% വെച്ച് വിഡ്രോ ചെയ്താൽ 75,000 റുപ്പീസ് നമുക്ക് വിഡ്രോ ചെയ്യാം. അങ്ങനെ നമ്മൾ എല്ലാ മാസവും വിഡ്രോ ചെയ്താലും നമ്മുടെ ക്യാപിറ്റൽ അവിടെ തന്നെ ഉണ്ടാവും. ഏത് കണക്കനുസരിച്ച് ഈ പറഞ്ഞ 10% ഗ്രോത്ത് വെച്ചിട്ട്. ഇനി ചോദിച്ചു, ഇനി നിങ്ങൾ ചോദിച്ച സംശയം ചോദിച്ചു. ഇപ്പൊ ഈ 20 വർഷം കഴിയുമ്പോൾ വരും മൂല്യത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ട് പറഞ്ഞാൽ ഇപ്പൊ അതായത് ഈ 75 ലാഖ് എപ്പോഴും ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്കൊരു 50,000 ആണ് ചെലവിന് വേണ്ടതെങ്കിൽ അന്ന് നമുക്ക് 75,000 കിട്ടും. ഏറെക്കുറെ ഇക്വലായിട്ട് മാറും. അപ്പൊ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് അതാണ് ഈ 20 ഇയേഴ്സ് കഴിയുമ്പോൾ ഇൻഫ്ലേഷൻ ഒക്കെ വെച്ച് കൂട്ടിയിട്ട് എത്ര നിങ്ങൾക്ക് വേണ്ടി വരും, അത് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ 10,000 പോരാ ഇപ്പൊ. അപ്പൊ നിങ്ങൾ എന്ത് വേണം? കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞ ചായ കൂടി കുറക്കണം, കുറച്ചുകൂടി പെട്രോൾ അടിക്കുന്നത് കുറക്കണം, കാർ വിൽക്കണം, പെട്രോളിൽ പോകണം, വേണ്ടി വരും. അതിനാണ് കണക്ക് വേണമെന്ന്, അതിനാണ് കണക്ക് എഴുതണമെന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നു? അപ്പൊ ഇപ്പൊ എല്ലാവരുടെയും ചിന്ത എന്താ? നിങ്ങൾ മനസ്സിൽ പറഞ്ഞ ചിന്തകൾ ഇപ്പൊ പറയും. ജീവിക്കാൻ സമ്മതിക്കണം. പക്ഷേ നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര പ്രയാസമല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു മാനസിക സുഖം, മാനസിക സമാധാനം. ആയുസ് പടച്ചോന്റെ കയ്യിലാണ്. ആയുസ് പടച്ചോന്റെ കയ്യിലാണ്. നമ്മൾക്ക് എപ്പോ പോണം ആർക്കും അറിയില്ല. പക്ഷെ നമ്മുടെ ആലോചിച്ച് നോക്കും, നമ്മൾ എത്ര പൈസ വെറുതെ പോകുന്നുണ്ട്. നമ്മൾ ഒരു കണക്ക് നമ്മുടെ പേരിൽ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു 2,000 റിയാൽ ശമ്പളമുള്ള ഒരാള് 400 റിയാൽ ആൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുമായിരിക്കെ, സേവ് ചെയ്യാത്തതിന്റെ പേരിൽ, ഈ വിവരമില്ലാത്തതിന്റെ പേരിൽ, ഈ ബോധമില്ലാത്തതിന്റെ പേരിൽ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ പോകുന്നതാണോ നല്ലത്? അല്ല, ഒരു അറ്റ്ലീസ്റ്റ് ഒരു പെൻഷൻ ആ സമയത്തുണ്ടല്ലോ, ആ സമയത്ത് ഈ 75,000 വേണ്ട, ഒരു 10,000 കിട്ടണമെങ്കിൽ, എത്ര ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ, ഒരു 10,000 നിങ്ങളുടേതായിട്ട് കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര വലുതായിരിക്കും. ഇപ്പൊ നമ്മുടെ കേരള സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ലേ പ്രവാസികൾക്ക്? എത്രയാ? 3,000 രൂപ, 5,000 രൂപ. എത്ര കൊടുത്താല്? 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ കൊടുത്താൽ ചിട്ടിയിലൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നത്.
അപ്പൊ ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു അതിനെ കുറിച്ചാണ് ഈ ഫൈനാൻഷ്യൽ ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഇത് മാത്രമല്ല, നമുക്ക് വേറെ എക്സ്പെൻസ് വരുമല്ലോ. കുട്ടികള്, നമ്മുടെ തന്നെ വീട് നിർമ്മാണം, പിന്നെ അങ്ങനത്തെ പലതും വരും. പക്ഷെ അതിനൊക്കെ ഓഫ്സെറ്റ് ചെയ്യാൻ ഈ വഴി പറ്റില്ല, ഈ വഴി പ്രാക്ടിക്കൽ അല്ല എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും പ്രാക്ടിക്കൽ അല്ല. സേവ് ചെയ്യുക എന്നുള്ളതേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അല്ല. ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുക എന്നുള്ളതേ പ്രാക്ടിക്കൽ അല്ല എന്ന് ഞാൻ പറയും. മനസ്സിലാണോ? ക്ലിയർ ആണോ? ഓക്കെ. ഹൗ ടു റിട്ടയർ അറ്റ് 60. 1 കോടി രൂപ നിങ്ങൾക്ക് വേണം 60ാമത്തെ വയസ്സിൽ. 1 കോടി രൂപ നിങ്ങൾക്ക് ഒരു കോർപ്പസ് ഫണ്ടായിട്ട് വേണമെന്നാണെങ്കിൽ നിങ്ങൾ എത്ര ചെയ്യണം? 20ാമത്തെ വയസ്സിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ 450 രൂപ മതി മാസം. 20ാമത്തെ വയസ്സിലാണ്. 60ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് 1 കോടി രൂപ ലക്ഷ്യം കണ്ടിട്ട് നിങ്ങൾ 60ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 20ാമത്തെ വയസ്സിലാണ് തുടങ്ങണമെങ്കിൽ 450 രൂപ മതി മാസം. 25ാമത്തെ വയസ്സിലാണെങ്കിൽ 950 രൂപ മതി. 30ാമത്തെ വയസ്സിലാണെങ്കിൽ 1850 രൂപ മതി. 35ാമത്തെ വയസ്സിലാണെങ്കിൽ 3750 രൂപ മതി. 40ാമത്തെ വയസ്സിലാണെങ്കിൽ 7700 രൂപ മതി. 45ാമത്തെ വയസ്സിലാണെങ്കിൽ അത് 16500 വേണം. 50ാമത്തെ വയസ്സിലാണെങ്കിൽ അത് 39000 വേണം. 55ാമത്തെ വയസ്സിലാണ് നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 1,17,000 വേണം. അതുകൊണ്ടാണ് 50ാമത്തെ വയസ്സ് കഴിഞ്ഞവർക്ക് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ അവരൊക്കെ നിരാശരായി പോകണം. പറഞ്ഞ മനസ്സിലാണോ? ഇത് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നുണ്ടാ? ഒട്ടും അത്ഭുതപ്പെടുത്തുന്നുണ്ടാ? അത്ഭുതപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുള്ള അതിന്റെ ഒരു വഴിയാണ് ഈ പറഞ്ഞത്. വളരെ എളുപ്പമുള്ള ഒരു വഴി. എന്നാൽ ഇതിന്റെ അകത്തുള്ള റിസ്കുകൾ 60ാം വയസ്സിൽ 1 കോടി കിട്ടിയിട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടാണ് ഇപ്പൊ ബേജാറാവണമെങ്കിൽ 1 കോടി കിട്ടിയിട്ട് എന്താവുന്നത്? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ 1 കോടി എന്തെങ്കിലും ആവുമെന്നാണ് വിചാരിക്കേണ്ടത്. അങ്ങനെ വിചാരിക്കട്ടെ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, അതായത് ഇപ്പോഴത്തെ റേറ്റില് നിങ്ങൾക്ക് ഇപ്പോ 1 ലക്ഷമാണ് വേണ്ടെങ്കിൽ, 1 ലക്ഷമാണ് ഒരു മാസത്തേക്ക് വേണ്ടെങ്കിൽ, ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് 9% പ്ലസ് വെച്ച് അതായത് എല്ലാ വർഷവും കൂട്ടിയാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു 3 ലക്ഷം വേണ്ടി വരും. ഇപ്പൊ 1 ലക്ഷം വേണ്ട പൈസ 10 വർഷം കഴിഞ്ഞാൽ 3 ലക്ഷം വേണ്ടി വരും ജീവിക്കാൻ. 20 വർഷം 30 വർഷം വെച്ച് അങ്ങനെ കൂട്ടിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സേവ് ചെയ്യണം. അപ്പൊ ഈ 450 എന്നുള്ളത് ഇപ്പൊ നിങ്ങളുടെ വയസ്സ് ഒരു ആവറേജ് വയസ്സ് 30 ആണെന്ന് കൂട്ടിക്കും. 1850 സ്ഥാനത്ത് ഇപ്പൊ 1 കോടി അല്ല വേണ്ടത് എങ്കിൽ 1850 ഡബിൾ ഇട്ടോ 2 കോടിയെ. മനസ്സിലായോ? ഓക്കെ. നമ്മുടെ ഇപ്പോഴത്തെ ചെറിയ സുഖങ്ങൾ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും? നല്ലൊരു ചോദ്യം. അതൊരു മുമ്പിൽ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. കാരണം എന്താ, നമ്മളെല്ലാ ചെറിയ സുഖവും മാറ്റി വെച്ചിട്ടാണ് പരലോകത്തേക്ക് വേണ്ടി സകല സുഖങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നത് അല്ലേ? നമ്മുടെ തന്നെ എന്റെ കൺസെപ്റ്റ് തന്നെ എന്താ? ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് അല്ലെ? അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ എക്സാക്ട്ലി ആ ചോദ്യമാണ് പലരെയും ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് എക്സസൈസ് ചെയ്യുന്ന എത്ര പേര് കൈവയ്ക്കും? എക്സസൈസ് ചെയ്യുന്ന എത്ര പേര്? എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന എത്ര പേര്? എല്ലാ ദിവസവും അല്ല, മീൻസ് ഒരു റെഗുലർലി എക്സസൈസ് ചെയ്യുന്ന എത്ര പേര്? ആ സമയം കിടന്ന് ഉറങ്ങിക്കൂടെ എനിക്ക്? പക്ഷെ എന്തിനാ ചെയ്യണം? നാളെ കുറച്ച് ഒരു ആരോഗ്യത്തോടുകൂടി ജീവിക്കണം അല്ലേ? നമ്മൾ മൊത്തം ജീവിതം അങ്ങനെയാണ്. നമുക്ക് ഇന്ന് നമ്മൾ ത്യജിച്ചിട്ടാണ് പലതും. എന്തിനാ നമ്മൾ പഠിക്കുന്നത്? പഠിക്കുന്ന എത്ര പേരുണ്ട്? ഇപ്പൊ പുതുതായിട്ട് പഠിക്കുന്ന എത്ര പേരുണ്ട്? എന്തിനാ നിങ്ങൾ ഇവരൊക്കെ പോലെ വെറുതെ സിനിമ കണ്ട് നടന്നൂടെ? നിങ്ങൾ എന്തിനാ പഠിക്കണം? കഥ ഭാവിയിൽ ആ സിനിമ കാണുന്ന വാട്സപ്പ് തോണ്ടുന്ന നേരത്ത് അവരിത് പഠിക്കണം. എന്തിന്? നമ്മുടെ മൊത്തം ജീവിതം അങ്ങനെയാണ്. ഇന്നത്തെ സുഖങ്ങൾ ത്യജിച്ചിട്ട് നാളത്തേക്ക് വേണ്ടി ജീവിക്കുന്നു. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് അതിനെ പറയാം. അതായത് ഒരു പരീക്ഷ നിങ്ങൾ ചോദിച്ച നല്ല ചോദ്യമുണ്ട്. കാരണം വെച്ചാല് ആ ചോദ്യത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. ഇപ്പോ ഒരു എക്സാം പിന്നെ ഇതിന്റെ ഈ പുസ്തകം
റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, റോബർട്ട് കിയോസാക്കിയുടെ. അയാളൊരു ക്യാപിറ്റലിസ്റ്റ് ആണ്, അയാളുടെ എല്ലാ ചിന്തകളും നമുക്ക് വേണ്ട. പക്ഷെ ഈ വിഷയത്തിൽ അയാൾ ചില നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനാൾ ആ പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പരീക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ്. കുറച്ച് കുട്ടികൾ, നഴ്സറി കുട്ടികളാണ്, ഒരു പരീക്ഷണം നടത്തി. ഒരു 20 കുട്ടികൾ ഒരു ക്ലാസ് റൂമിൽ, മറ്റൊരു 20 കുട്ടികൾ ഒരു ക്ലാസ്. അവരോട് പറഞ്ഞു, ഈ 20 കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ മിണ്ടാതിരുന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല ചോക്ലേറ്റ് തരാം. മറ്റേ കുട്ടികളോട് പറഞ്ഞു, മിണ്ടാതിരിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ വേണ്ടി കിട്ടും, പക്ഷെ ഇപ്പൊ മിണ്ടിയാൽ നിങ്ങൾക്ക് 1 ചോക്ലേറ്റ് ഇപ്പൊ എടുക്കാം. പക്ഷെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മിണ്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 ചോക്ലേറ്റ് കിട്ടും. 3 ചോക്ലേറ്റ് കിട്ടും. പക്ഷെ ഈ കുട്ടികൾ ഈ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞ കുട്ടികളുണ്ടല്ലോ, അവര് ആ 1 മണിക്കൂർ കാത്തിരുന്നിട്ട് അവർക്ക് ആ ചോക്ലേറ്റ് കിട്ടി. ഈ കുട്ടികൾ ആദ്യം തന്നെ ചോക്ലേറ്റ് തിന്നു. കാരണം കുട്ടികളുടെ ഒരു നേച്ചർ എന്താ, കിട്ടുന്ന ചോക്ലേറ്റ് തിന്നാൻ തുടങ്ങും. അവസാനം 20 വർഷം കഴിഞ്ഞിട്ട് ഒരു പഠനം ഇതേ കുട്ടികളെ വെച്ചിട്ട് നടത്തുന്നുണ്ട്. ഇതേ കുട്ടികൾ, അതിൽ ഈ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത കുട്ടികളുണ്ടല്ലോ, അവരെല്ലാവരും ജീവിതത്തില് വലിയ വലിയ സ്ഥാനങ്ങളിലെത്തി. നേരത്തെ തന്നെ ചോക്ലേറ്റ് അടിച്ച കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ ഒന്നുകിൽ പിന്നെ ഒരു സ്പെൻഡ്രിഫ്റ്റോ അല്ലെങ്കിൽ ജീവിതത്തിൽ സ്പോയിൽഡോ ഒക്കെ ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പറയുക, നാളേക്ക് വേണ്ടി കുറച്ച് ത്യാഗം ഇപ്പൊ സഹിക്കാൻ തയ്യാറാവുന്ന ആളുകൾ, അതിനാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളും അങ്ങനെയാണല്ലോ, വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ ആസ്വദിക്കാം, നമ്മളതൊക്കെ മാറ്റി വെച്ചേക്കല്ലേ. എന്തിനാ? പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടി. അതിനെക്കുറിച്ച് നമ്മളെ ഏറ്റവും ബുദ്ധി എന്നല്ല പറയാം. ഇതുപോലെയാണ് നാളത്തെ. അപ്പൊ പറയും, നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അത് ഒരു കാര്യത്തിനും ഉറപ്പില്ലല്ലോ. ഇപ്പൊ ഈ പഠിക്കുന്ന ആളുകൾ, ഈ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ, നല്ല ഒന്നാമത്തെ ഫുട്ബോൾ താരങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കണം എന്ന് വിചാരിച്ച ആരെങ്കിലും എക്സസൈസ് ചെയ്യാതിരിക്കുന്നുണ്ടോ? ജങ്ക് ഫുഡ് കഴിച്ചാൽ ഉറപ്പാണ് ഹാർട്ട് അറ്റാക്ക്. പക്ഷെ നമ്മൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുന്നുണ്ട്, കാരണം അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ. എന്നാലും ഹാർട്ട് അറ്റാക്ക് വരും, എന്നാലും വരും ചിലപ്പോ. അപ്പൊ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പടച്ചോൻ തന്ന ഒരു ബുദ്ധി, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ഇത്തരം സംഗതികൾ നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചേ പറ്റൂ. അപ്പൊ ചായ കൂടി കുറക്കണം. ചായ കൂടി കുറക്കുമ്പോൾ 2 കാര്യം: 1 മ്യൂച്വൽ ഫണ്ട് അടക്കാം, 2 ആരോഗ്യം കിട്ടും. മനസ്സിലാവും? അതാണ് ഡിലേഡ്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ഹൗ ഇറ്റ് വർക്ക്സ് അത് നിങ്ങളുടെ മിക്കവാർക്കും ആളുകൾക്ക് അറിയാമായിരിക്കും. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ല, മറിച്ച് ഒരു പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്സ്. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ ഫണ്ടിന്റെ എല്ലാ മാസവും അവർ നമുക്ക് മന്ത്ലി പോർട്ട്ഫോളിയോ അയച്ചു തരും. അപ്പൊ അവരുടെ അടുത്ത് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാവും. അതായത് ഒരു 50 കമ്പനികളുടെ സ്റ്റോക്ക് IT ഉണ്ടാവും. ഈ ശരിയാ കംപ്ലൈന്റ് അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ, സിനിമാ വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, ടൊബാക്കോ വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, ഈ ബിവറേജസിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പലിശയായിട്ട് വേണം, അതിലൊന്നും ഉണ്ടാവില്ല. പ്യുവർലി ബിസിനസ് മോഡല് ഇസ്ലാമിക് എത്തിക്സിനോട് യോജിച്ചു വരുന്ന ബിസിനസ്സുകളിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഒരു മാർജിൻ ഓഫ് ചില മാർജിനിൽ നമുക്ക് അനുവദിക്കാത്തതുണ്ടാവും. അതിന് 2 വഴിയുണ്ട്. ഒന്ന്, അവർ തന്നെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു മെത്തഡോളജി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പൈസ ഉപയോഗിക്കാൻ നേരത്ത് നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു 3%, മൊത്തം പ്രോഫിറ്റിന്റെ ഒരു 3% നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംശയത്തിന്റെ പുറത്ത് നമുക്ക് തന്നെ മാറ്റി വെക്കാം. ഇത് അഥവാ ഇത് ഹലാലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തന്നെ ഈ പർച്ചേക്ക് നമുക്ക് തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്, ഇപ്പോ ഈ എക്സിറ്റ് പോളിൽ ഇത് തകർന്നു വീണപ്പോഴും ഇത് കുതിച്ച് ചാടിയപ്പോഴൊന്നും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ വശത്തേക്ക് നോക്കണ്ട. കാരണം നമ്മുടെ ലക്ഷ്യം അതല്ല. എല്ലാ ദിവസവും ഇത് നോക്കി ഇരിക്കലല്ല നമ്മുടെ പണി. നമ്മളൊരു 10 വർഷത്തേക്ക്, ഒരു 15 വർഷത്തേക്ക്, ഒരു 20 വർഷത്തേക്ക്, അങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്. ഇതാണ്. എന്നിട്ട് ഈ പോർട്ട്ഫോളിയോന് ഇപ്പൊ 50 സ്റ്റോക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഉണ്ടെങ്കിൽ അവരതിന് ഒരു യൂണിറ്റ് ആണ്. അപ്പൊ നമ്മളൊരു യൂണിറ്റ് ഇപ്പോഴത്തെ NAV, നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 415 രൂപയാണ് നാട്ടില ഒരു യൂണിറ്റ്. നമ്മൾ ഒരു യൂണിറ്റ് വാങ്ങിക്കുമ്പോൾ ഈ 415 രൂപ ഈ 50 സ്റ്റോക്കിന് പോകുന്നത്. കാരണം നമ്മൾ വാങ്ങിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. മനസ്സിലാവണോ? ഈ യൂണിറ്റിൽ ഈ 50 സ്റ്റോക്കിന്റെ പോർട്ട്ഫോളിയോ ചില മാസങ്ങളിൽ മാറും. എന്തിന്റെ പേരിൽ? അവരുടെ ശരിയാ കംപ്ലയൻസ്, ചില സ്റ്റോക്കിന്റെ ശരിയാ കംപ്ലയൻസ് കുറയും. അപ്പൊ അവര് അത് മാറ്റിയിട്ട് വേറെ സ്റ്റോക്ക് അത് ചേർക്കും. മനസ്സിലാവണോ?
അതിനൊരു ബോർഡ് ഉണ്ട്. ആ ബോർഡാണ് അത് തീരുമാനിക്കുക. ആ ബോർഡിൽ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ദൈവബന്ധ്, അതുപോലെ ദുബായിലെ ഒരു ശരിയ കോളേജിലെ ഒരു മെമ്പർ, അങ്ങനെ ആ ബോർഡൊക്കെ നമുക്ക് കൃത്യമായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് കിട്ടും. ഇനി ഇതല്ലാത്ത പലതുണ്ട്, വേറെ അത് അതിനകത്തേക്ക് ഞാൻ വരാം. ഇനി മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ബ്രോക്കർമാർ വഴി പോകരുത്. ബ്രോക്കർമാർ വഴി പോയാൽ റെഗുലർ ഫണ്ടിലാണ്. അപ്പൊ ഈ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ യൂണിറ്റിനും ഒരു ചെറിയ പെർസെന്റേജ് കമ്മീഷൻ അവർക്ക് പോകും. അതല്ലാതെ നമ്മളൊരു പെൻഷൻ ഫണ്ട്, റിട്ടയർമെന്റ് ഫണ്ട് എന്നുള്ളതൊക്കെ ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ട് നമുക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് KYC കംപ്ലൈന്റ് ആയിരിക്കണം, നമ്മൾ പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം. അതിന്റെ ഒരു മെത്തഡോളജി ഞാൻ ഇതിനകത്ത് പറയാൻ ആ സ്ലൈഡ് നിങ്ങൾക്ക് അയച്ചു തരാം, അത് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ട്, ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ട് അല്ലെങ്കിൽ ടോറസ് എത്തിക്കൽ ഫണ്ടിന്റെ ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ടിലാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്, അതിന്റെ ഒരു സ്ട്രക്ചറാണ്. ശരിയാ ബോർഡ് എങ്ങനെയാണെന്നുള്ളതാണ്. ഏപ്രിൽ 5, 1996 മുതൽ ടാറ്റ എത്തിക്കൽ ഫണ്ട് ഇന്ന് വരെ അതിന്റെ ഒരു ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് 14% ആണ്. ടോറസിൻ്റെതും ഏറെക്കുറെ അത്ര തന്നെ 15%. ടോറസാണ് കുറച്ചുകൂടി മേലെ നിൽക്കുന്നത്. ചോദിക്കണം ഇല്ല? ഓക്കെ, എത്തിക്കലാണ്, അത് എത്തിക്കലാണ്. അവർക്ക് അല്ലാത്ത ഫണ്ടുണ്ട്, എത്തിക്കൽ അല്ലാത്ത ഫണ്ടുണ്ട്, ടാറ്റയ്ക്കുണ്ട്. പിന്നെ ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ. നമ്മൾ KYC കംപ്ലൈന്റ് ആണെങ്കിൽ, അതായത് നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് NRI അക്കൗണ്ട് വേണം, പിന്നെ ഫോം ഉണ്ട്, 3 സിഗ്നേച്ചേഴ്സ് ഉണ്ട്, അതിലൊരു ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ KYC വേണമെങ്കിൽ ആദ്യം പിന്നെ ഫോട്ടോ, സെൽഫ് അറ്റസ്റ്റഡ് പാൻ കാർഡ് കോപ്പി, പാസ്പോർട്ട് കോപ്പി, ഇത് വെച്ചിട്ട് നമ്മൾ അവരുടെ സൈറ്റിൽ പോകണം. ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ സൈറ്റിൽ പോയാൽ അവർ നമ്മൾ ഗൈഡ് ചെയ്യും. ആ ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. ഈ സ്ലൈഡൊക്കെ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഓക്കെ, ഇനി അതൊരു ഹിസ്റ്റോറിക് റിട്ടേൺസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ പവർ ഓഫ് കോമ്പൗണ്ടിങ്, അതും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. എത്രയാണ് ഒരു 35 years ആഫ്റ്റർ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് 5000 ആണെങ്കിൽ 60 years നിർത്തുകയാണെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വരെ 15 ലക്ഷമാണ്. പക്ഷേ അതിന്റെ സേവിങ്സ് ഗ്രോത്ത് 94 lakhs. അത് 40 years ആണെങ്കിൽ 5000 വെച്ചിട്ട് നമ്മൾ 60 yearsലാണെങ്കിൽ 12 lakhs ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ വരുന്നത് 49 lakhs. അത് കോമ്പൗണ്ടിങ്ങിന്റെ പവറാണ്. SIP റിട്ടേൺസ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു രൂപമാണ്. ഇനി മറ്റൊരു സംഗതി, ഇതും ഒരു ഞാൻ ഇവരുടെ ഏജന്റ് അല്ല, ഡിസ്ക്ലൈമർ പറയുന്നത്. റഹ്ബാർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള. അവരുടെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ സക്സസ്ഫുൾ ആയി ചെയ്ത ഒന്നിന്റെ സംഗതി ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിത് നിങ്ങളുടേതായ ലെവലിൽ പരിശോധിച്ചിട്ട് വേറെയും ഇതുപോലത്തെ മോഡൽ. അവരുടെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ അതിനകത്ത് ഒരു 10 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 പ്രാവശ്യമായിട്ട് 5 ലക്ഷം വെച്ചു. 5 ലക്ഷം അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, അവർക്കൊരു ട്രാൻച്ച് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതിൽ ഒരു 16 കോടി 20 കോടിയൊക്കെ അവർ റൈസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് എക്യൂപ്മെന്റുകൾ വാങ്ങും. അതായത് ഇപ്പോൾ ടാങ്കർ ലോറി, അതുപോലെ പല ടൈപ്പ്. ഇപ്പൊ ഈ PC മുസ്തഫയുടെ ഐഡിയൽ ഫുഡ്സിലെ അവർക്ക് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ ഫ്ലീറ്റ് ഇതൊക്കെ ഇവരെ സപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ റഹ്ബാറിന്റെ ഈ ഫ്ലീറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരത് റെന്റിന് കൊടുത്തിട്ട് ആ റെന്റ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് മിക്കവാറും ഒരു എല്ലാ ക്വാർട്ടറിലും ഒരു 10 to 12% ഡിപ്പെൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് അല്ല, അത് വേരിയഡ് ആണ്. അവരുടെ ഇൻകത്തിനനുസരിച്ച്, പ്രോഫിറ്റിനനുസരിച്ച് അവർ നമുക്ക് ഇതുവരെ അവർ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വഴിയാണ്. 10 to 12%. അതിന് ടാക്സ് പോകും, പക്ഷെ TDS പിടിച്ചാലും നമുക്കത് പിന്നെ എല്ലാ വർഷവും നമ്മൾ ഇൻകം റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ ആ TDS തിരിച്ചു കിട്ടും. എങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റു വരുമാനമൊന്നും ഇല്ലെങ്കിൽ, അതായത് ബാങ്ക് വഴി വരുന്ന മറ്റു വരുമാനം ഇൻകം ടാക്സിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ഇല്ലെങ്കിൽ ഈ TDS പിരിച്ചതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം നാട്ടിൽ വേറെ വരുമാനം നമുക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാന്നുള്ളത് ഇപ്പോൾ കോമൺ ആണ് എല്ലാവർക്കും. നമുക്ക് സ്വന്തം തന്നെ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഓഡിറ്റേഴ്സിനെ ഒക്കെ ഏൽപ്പിച്ചാൽ ചെറിയ എമൗണ്ട് ചെയ്യും, എന്നാലും TDS അതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടും, തിരിച്ചു കിട്ടും. എങ്ങനെ? NRIസിനുണ്ട്, നമുക്ക് ചെയ്യാം. NRIസിന് 3 ലക്ഷം 2 ലക്ഷം ഒക്കെ ചെയ്യാം അവരുണ്ട്.
അക്കൗണ്ടിലായിരിക്കുമല്ലോ അതെ അതെ NRO-ലാണ്. അതിന് ടാക്സ് ലിമിറ്റ് എത്രയാണ്? അതായത് നമുക്ക് ഒരു 5 ലക്ഷം വരെ അല്ലെ, അഹമ്മദിനൊക്കെ അറിയാമോ? 5 ലക്ഷം വരെ നമുക്ക് ടാക്സ് ഇല്ല. അപ്പൊ നമ്മുടെ മൊത്തം വരുമാനം നാട്ടില് ബാങ്ക് വഴി നമുക്ക് കിട്ടുന്ന വരുമാനം 5 ലക്ഷം ഒരു വർഷം ഇല്ലെങ്കിൽ ഈ TDS പിടിച്ചാൽ, അതായത് ഇപ്പൊ ഇവർ ഒരു ക്വാർട്ടറിൽ TDS പിടിക്കാം 10,000 രൂപയ്ക്ക് 1,500 രൂപയ്ക്കാണ് പിടിക്കാം TDS. അപ്പൊ ഒരു ക്വാർട്ടറിൽ നമുക്കൊരു 6,000 രൂപ. അപ്പൊ നമ്മുടെ മൊത്തം ഇൻകം 5 lakhs-ന്റെ മുകളിൽ പോകാത്തത് ഈ 6,000 എല്ലാ വർഷവും നമുക്ക് തിരിച്ചു കിട്ടും TDS പിടിച്ച്. മനസ്സിലാവും? അങ്ങനെയാണ്. NRO അക്കൗണ്ടിലാണ് പറ്റുള്ളൂ, NRI-ലും കിട്ടും. കടം കൊടുത്താൽ ആൾക്കാർ NRO അക്കൗണ്ടിലാണ് തിരിച്ചു തരിക. അതിലൊരു വഴിയില്ല, കടം കൊടുക്കാതിരിക്കലും മാത്രം വഴിയുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് പ്രവാസികൾക്ക്. നമ്മൾ കടം കൊടുക്കുന്ന NRI-ന്നു, പക്ഷെ അവർ NRO-യോട് അവരെ പറഞ്ഞിട്ടില്ല, അവർക്ക് പിന്നെ NRI-യിലേക്ക് തരാൻ പറ്റില്ല. എന്നാലും മതി. പക്ഷെ അപ്പൊ പ്രശ്നം നമ്മൾ പിന്നെ NRI-ന്ന് NRO-യിലേക്ക് മാറ്റണം, തിരിച്ച് NRO-ന്ന് NRI-യിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ട്രാൻസ്ഫറിംഗ് ഫ്രം NRI. അതിന്റെ പ്രശ്നം. നല്ല വഴികൾ അതിന് നമ്മള് പിന്നെ കുറച്ച് പൈസ എല്ലാ പൈസ എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കുറച്ചൊക്കെ ഇവിടെ കീപ്പ് ചെയ്യുക. അങ്ങനെ ഉണ്ടല്ലോ, കുറച്ചൊക്കെ ഇവിടെ കീപ്പ് ചെയ്യുക. എന്നിട്ട് നാട്ടില്, കാരണം വല്ലാതെ എല്ലാം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ മ്യൂച്വൽ ഫണ്ട് പോലും ഒരുപാട് നമ്മൾ ചെയ്യരുത്. എല്ലാവർക്കും നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ഡോണ്ട് പുട്ട് യുവർ ഓൾ എഗ്സ് ഇൻ വൺ ബാസ്കറ്റ്. കുറച്ച് ഇത് ചെയ്യാം, കുറച്ച് ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ള അനുസരിച്ച് 2 ലക്ഷം 2 ലക്ഷം അത് റഹ്ബാറിലിടാം, കുറച്ച് ഈ മ്യൂച്വൽ ഫണ്ടിലിടാം. റഹ്ബാർ പോലെ വേറൊരു അസെറ്റിഫൈ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട്, അതും ഈ ഇതുപോലെ ശരിയാക്കാൻ കംപ്ലൈന്റ്. ഓക്കെ, റഹ്ബാർ സ്റ്റോറി, റഹ്ബാർ ബുക്സ്, ഇതൊക്കെ അവരുടെ ടീം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, ഇതല്ലാതെ തഹസീസ് വെച്ചിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് താല്പര്യം മാത്രം ഞാൻ എടുത്താൽ മതി, കാരണം കൂടുതൽ പറയണമെന്നില്ലാന്ന് എനിക്ക് തോന്നി. മ്യൂച്വൽ ഫണ്ട് പോലത്തെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഗതി. ഞാർക്കെങ്കിലും അതല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേറെ ഞാൻ പേഴ്സണലായിട്ട് വിശദീകരിച്ചു തരാം, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. ഇതാണ് അതിന്റെ വേണ്ട, നമ്മൾ ചെയ്യേണ്ട സംഗതി ഇതാണ്. ശരിയ കംപ്ലൈന്റ് സ്റ്റോക്സ് ഇൻ ഖത്തറിലും നമുക്ക് ശരിയ കംപ്ലൈന്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഇൻഡസ്ട്രീസ് ഖത്തർ, മസ്തറഫ് റയ്യാൻ, ഖത്തർ ഇസ്ലാമിക് ബാങ്ക്, ഇതൊക്കെ ഈ പറഞ്ഞ കമ്പനികളൊക്കെ ശരിയ കംപ്ലൈന്റ് സ്റ്റോക്സ്. ഇത് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. എങ്ങനെ ചെയ്യാന്നുള്ളതിന് ഒരു ലിസ്റ്റ് ഉണ്ട്. ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ ഖത്തർ സ്റ്റോക്ക് മാർക്കറ്റ്, എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയർ. നമുക്ക് ചെറിയ എമൗണ്ടുകളൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ വലിയൊരു ലാഭമൊന്നും ഈ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക് ബാങ്കിൽ കീപ്പ് ചെയ്യുന്നതിനേക്കാളും ലാഭം കിട്ടും. ഇസ്ലാമിക് ബാങ്കിൽ നമുക്ക് 4%, 3.75% ഒക്കെ ആണെങ്കിൽ ഇവിടെ നമുക്കൊരു 10%, 8 ബിറ്റ്വീൻ 8 and 10 ഒക്കെ കിട്ടും ആനുവലി. അതാണ് കറൻസി ഇൻവെസ്റ്റ്മെന്റ്, ക്രിപ്റ്റോ കറൻസിയിൽ ആരെങ്കിലും കിട്ടുന്നതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ക്രിപ്റ്റോ ഹറാമാണെന്ന് ഔട്ട്റൈറ്റ് ആയിട്ട് പറയുന്ന ആളുകളുണ്ട്, അല്ല അതിന് ഹലാൽ എന്ന് പറയുന്നത്. ഇപ്പൊ യാസിർ കാളി, കാരണം നമ്മുടെ ഈ അറബ് ലോകത്തെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അവർക്ക് വലിയ പിടുത്തൊന്നുമില്ല. അപ്പൊ നമ്മൾ വെസ്റ്റേൺ, ഇപ്പൊ യാസിർ കാളി, ഉമർ സുലൈമാൻ, നൊമാൻ അലിഖാൻ പിന്നെ ഇങ്ങനെയുള്ള ഫിഖിലൊന്നും അല്ലാതെ പറയില്ല, അത് ഖുർആൻ തഫ്സീറിൽ മാത്രമല്ല. പക്ഷെ യാസിർ കാളിനെ പോലുള്ളൊരു മുഫ്തി ബാങ്കിനെ എനിക്കത്ര ക്രെഡിബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. ഇറ്റ്സ് അപ് ടു ഓൾ ഓഫ് യു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതിനനുസരിച്ചിരിക്കും. അത് കൂടാതെ മറ്റ് പല ഈ ഫൈനാൻഷ്യൽ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നതാണ്. അപ്പൊ അതിൽ എനിക്ക് വിശ്വാസകരമായി തോന്നിയിട്ടുള്ളത് ഈ ക്രിപ്റ്റോ കറൻസിയിൽ സെർട്ടൻ വേയിലൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാന്നുള്ളതാണ്. ഖത്തറിൽ ഇല്ലീഗലാണ് അതാണ് അതിന് വേറൊരു പ്രശ്നം. പല ഗവൺമെന്റുകൾ അതിന് ഇല്ലീഗലാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ സമയം ലീഗലായിട്ട് ചെയ്യുന്നവരുണ്ട്, ദുബായിലുണ്ട്. ദുബായ് ക്രിപ്റ്റോ കറൻസിയുടെ ഹബ്ബായിട്ട് മാറുന്നുണ്ട്. അതിലും ശരിയാ കംപ്ലൈന്റ് ആയിട്ട് അവർ അതിനും സമ്മതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമാണ്. ഇതിൽ ഒരു ഇസ്ലാമിക് വ്യൂ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. കറൻസി വരുന്നുണ്ട്, അതിന്റെ പിന്നെ കൃത്യമായ ഒരു രൂപം പറഞ്ഞിട്ടില്ല. ഇപ്പോ അവര് അതിന്റെ ഒരു ചർച്ചയിലാണെന്നുള്ളതാണ്, ശരിക്കത് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ധൈര്യമായിട്ട്. കാരണം അതൊരു ഇസ്ലാമിക് കംപ്ലൈന്റ് ആയിരിക്കും. ആ ഒരു ലെവലിലാണ് അതിനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഈ ക്രിപ്റ്റോ കറൻസിനൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിയാലുള്ള പ്രശ്നം
ഭാവിയിൽ ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ നോക്കൂ, ഹമാസിന്റെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ക്രിപ്റ്റോ കറൻസി വരെ നടക്കണം. കാരണം എന്താ? പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. അപ്പോ നമുക്ക് ഇന്ത്യയിൽ ഈ FCNR ഒക്കെ ബ്ലോക്ക് ചെയ്ത ഒരു ഘട്ടത്തില് ഒരു പക്ഷെ നമുക്ക് അതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. മനസ്സിലായി? നമ്മുടെ സോഴ്സുകൾ അവർ മുടക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരം സംഗതികൾ മറികടക്കാൻ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അത് വേറെ ചർച്ചാ വിഷയമാണ്. പക്ഷെ അതുണ്ട് എന്നുള്ളത് ഞാൻ ഒന്ന് പറയുന്നു. പിന്നെ പുതിയ കാലത്ത് ഒരുപാട് AI ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊന്നും ഒരു രണ്ടാമത് വരുമാനം ഈ മ്യൂച്വൽ ഫണ്ട് ഒന്നും എനിക്ക് താല്പര്യമില്ല, റഹ്ബാറും അത് പോയി പണി നോക്കട്ടെ, പിന്നെ മറ്റൊന്നും ക്രിപ്റ്റോ കറൻസി അത് ഹറാമാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു. പക്ഷെ നിങ്ങൾക്ക് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. AI അതിന്റെ ഒരു വഴിയാണ്. അപ്പൊ AI എന്ന് പറഞ്ഞിട്ട് AI എന്ന് കേൾക്കുമ്പോൾ പോയി തല വെച്ച് കൊടുക്കരുത്. നമ്മുടെ നാട്ടിൽ AI എന്ന് പറഞ്ഞ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് അല്ലെ ഈ അടുത്തൊക്കെ. പക്ഷെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പൊ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എത്ര പേര് ഇവിടെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്? നമുക്കൊക്കെ പിന്നെ അത്തരം മേഖലകളിലുള്ള വിജ്ഞാനത്തെ ഓൺലൈനായിട്ട് പലർക്കും പിന്നെ പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് AI ഒരുക്കി തരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കഴിവുകളെ ഒരു ഭാഗത്ത് നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കാം, മറുഭാഗത്ത് അത് പൈസ ഉണ്ടാക്കാനുള്ള വഴികളാക്കി പറ്റും. ഞാൻ പറഞ്ഞ ഈ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് അതിനെ കുറിച്ചുള്ള ആ ഒരു അറപ്പ് നമ്മൾ കാണണം. ഈ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പടച്ചോൻ കൽപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. പൈസ ഉണ്ടാക്കണം, പരമാവധി പൈസ ഉണ്ടാക്കണം, കൂവത്താണത്. അപ്പൊ എത്രയൊക്കെ സമയം കിട്ടും ആ സമയമൊക്കെ നമ്മൾ വിനിയോഗിച്ചിട്ട് ഒരു സെക്കൻഡ് ഇൻകം, തേർഡ് ഇൻകം ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം. അതിൽപ്പെട്ടാണ് ടീച്ച് ഓൺലൈൻ, ട്യൂട്ടറിങ്, വെർച്വൽ അസിസ്റ്റന്റ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതിനെ കുറിച്ച് കേട്ടോ ആരെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടോ? എന്നാ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പറയും. കമ്മീഷൻ കിട്ടും. അതൊരാൾ അതിന് മെനക്കെട്ട് ഇറങ്ങിയാലേ ഒരു നല്ല ഹലാലായിട്ടുള്ള ഒരു വരുമാനമാണ് അത്. ചില ആളുകൾ റിവ്യൂ അല്ലെ സംഗതികൾ പോയിട്ട് ഹോട്ടലിലൊക്കെ പോയിട്ട് പല റിവ്യൂ ഇപ്പൊ ഇവിടെ 3000 റിയാൽ കൊടുത്താൽ ഏത് ഹോട്ടലിലും വളരെ മാന്യമാക്കി പറഞ്ഞു തരുന്ന ബ്ലോഗർമാരൊക്കെ ഉണ്ട്, വിസിറ്റിരിക്കണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ. അപ്പൊ അതല്ലാത്ത സത്യസന്ധമായ ഓണസ്റ്റ് ആയിട്ട് നമുക്ക് ഇത്തരം സംഗതികളിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പല വഴികളുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ന്യൂട്രീഷൻ കോച്ച്, കരിയർ കൗൺസിലിംഗ്, ഫിറ്റ്നസ് ട്രെയിനിങ്, സോഷ്യൽ മീഡിയ കൺസൾട്ടന്റ്. ഇപ്പോഴത്തെ കാലത്ത് പോസ്റ്റ് ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഒരു പോസ്റ്റ് കേട്ടിട്ടുണ്ട്, ചീഫ് ലിസണിംഗ് ഓഫീസർ. എന്താണ് ചീഫ് ലിസണിംഗ് ഓഫീസർ? ലിസണിംഗ് എന്താ അറിയോ പോസ്റ്റ്? എന്താ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്തിട്ട് അവിടെ എന്താ നടക്കണം ആ കമന്റുകളൊക്കെ കൃത്യമായി അനലൈസ് ചെയ്ത് കമ്പനികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ചീഫ് ലിസണിംഗ് ഓഫീസർ. അപ്പൊ അങ്ങനെയാണ് പുതിയ കാലത്ത് നമ്മളിപ്പോ ചെയ്യുന്ന 30% പണികളും അടുത്തൊരു 10 വർഷം കൊണ്ട് ഒബ്സലീറ്റ് ആവുന്നതാണ്. അഡ്മിൻ ജോബുകൾ, അക്കൗണ്ടൻസ് ജോബുകൾ, പിന്നെ അങ്ങനത്തെ പല ജോബുകളും അടുത്തൊരു 10 ഇയേഴ്സ് വേണ്ട 5 ഇയേഴ്സിനുള്ളിൽ പല ജോബുകളും ഒബ്സലീറ്റ് ആവുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കാൻ. അതും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് അറിയോ? ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്താ? നമ്മളിൽ തന്നെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ ഇന്നലെ കൂടെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ കേട്ടോ, നമുക്ക് ഒരു വിഷയത്തിൽ ഇന്റർനാഷണൽ എക്സ്പെർട്ട് ആവണം, അന്താരാഷ്ട്ര തലത്തിൽ പേരെടുത്ത ഒരു എക്സ്പെർട്ട് ആവണം. അതൊരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയോ? എളുപ്പ വഴി കേൾക്കുമ്പോൾ നിങ്ങൾ പോലെ സമാധാനത്തിരിക്കണം, അത്ര എളുപ്പമല്ല. അത് എല്ലാ ദിവസവും 1 മണിക്കൂർ വായിക്കുക ആ വിഷയത്തിൽ. ആഴ്ചയിൽ 5 ദിവസം വായിക്കുമെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾ ഇന്റർനാഷണൽ എക്സ്പെർട്ട് ആയിരുന്നു. അപ്പൊ ചോദിക്കരുത് ഇപ്പോൾ ഉള്ള സൗകര്യമൊക്കെ കളഞ്ഞിട്ട് 1 മണിക്കൂർ അതിനിരിക്കണം ചോദിക്കരുത്. 7 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പെർട്ട് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ സ്പെയർ ചെയ്താൽ മതി. ആഴ്ചയിൽ 5 ദിവസം. പക്ഷേ 5% ആളുകളെ അങ്ങനെ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് 95% ആളുകളും കിടന്നുറങ്ങുന്നത്. 95% ആളുകൾ കിടന്നുറങ്ങുമ്പോൾ 5% പേര് എഴുന്നേറ്റിരുന്ന് അങ്ങനെ വായിക്കുമ്പോൾ ലോകത്താകെ എല്ലാ വിഷയത്തിലും
എക്സ്പെർട്ടുകളായിട്ട് 5% വരെ ഉണ്ടാവുള്ളൂ. നമുക്ക് ആ 5% പെടണോ 95% പെടണോ എന്ന് തീരുമാനിക്കാം. 5% പെടാൻ തീരുമാനിക്കുന്നതെങ്കിൽ എന്ത് വേണം? ആ 1 മണിക്കൂർ നമ്മൾ കണ്ടെത്തണം. ഓക്കെ. ടു ഡബിൾ യുവർ ഇൻകം, ട്രിപ്പിൾ യുവർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പേഴ്സണൽ ഡെവലപ്മെന്റ്. ഇപ്പൊ 2000 റിയാലുള്ളൂ, അടുത്ത 5 കൊല്ലം കൊണ്ട് അത് 4000 ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പൂർ പീപ്പിൾ ഹാവ് ബിഗ് ടിവിസ്. ഞാൻ നേരത്തെ പറഞ്ഞ 75 ഇഞ്ച് ടി വി പാവപ്പെട്ടവർക്കാണ് അങ്ങനത്തെ ടി വി ഉള്ളത്. പക്ഷേ റിച്ച് പീപ്പിൾ ഹാവ് ബിഗ് ലൈബ്രറീസ്. ഇന്നത്തെ കാലത്ത് വലിയ ലൈബ്രറി ഉണ്ടാവുന്നില്ല, അത് നമ്മുടെ മൊബൈൽ ഫോണിലായാലും മതി. ഞാൻ ചെയ്യുന്നൊരു വഴി എനിക്ക് പറഞ്ഞുതരാം. എനിക്കൊരു വിഷയത്തിന് പ്രത്യേക താല്പര്യമുള്ള വിഷയം വന്നാൽ ഞാൻ അതിനകത്തൊരു 4-5 വീഡിയോ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്തു. ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തു. ഇപ്പോൾ പല ആപ്ലിക്കേഷൻ ഉണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് വണ്ടിയിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ വണ്ടിയിൽ ബ്ലൂടൂത്ത് ഇട്ടിട്ട് അത് കേട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ ട്രാഫിക് എനിക്കൊരു പ്രശ്നമേ അല്ല, എത്ര സിഗ്നലിൽ നിന്നാലും ഐ എം ഓക്കെ. കാരണം എന്റെ ലേണിംഗ് നടക്കുന്നുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ക്ലിനിക്കിൽ പോയി ക്യൂ നിൽക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. നടക്കുമ്പോൾ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ഞാൻ നടക്കാറില്ല, അപ്പോഴും എനിക്ക് എന്റെ ലേണിംഗ് നടക്കുന്നുണ്ട്. സമയമില്ല, ഞാൻ പഠിക്കുന്നില്ല, എനിക്കതൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ മടിയാണ്. നമ്മുടെ എല്ലാവരും ബ്രെയിൻ പടച്ചോൻ ഒരേപോലെ തന്നിട്ടുള്ള ഈ ബ്രെയിൻ വെച്ചിട്ട് 30 വാള്യമുള്ള ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ ആണ്. പണ്ടൊക്കെ നമ്മുടെ സ്കൂളിന്റെ കോളേജിന്റെ ഒക്കെ ലൈബ്രറിയിൽ നമ്മുടെ എല്ലാവരുടെ ബ്രെയിൻ വെച്ചിട്ട് അത് മുഴുവൻ മനപ്പാടാക്കാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? നമ്മൾ ശ്രമിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ. റിച്ച് ഡാഡ് പുവർ ഡാഡ് പറ്റണമെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം വായിച്ചു. ഞാൻ പറയുന്നു, അയാൾ ഹീസ് എ നമ്പർ 1 ക്യാപിറ്റലിസ്റ്റ്. ബട്ട് ഫോർഗെറ്റ് ഇറ്റ്. അൽ ഹിക്മത്തു വാലത്തുൽ മുഅ്മിൻ. ഹിക്മത്ത് സത്യവിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണ്. അത് റോബർട്ട് കിയോസാക്കി തന്നാലും, അത് ട്രംപ് തന്നാലും, മോഡി തന്നാലും ഒക്കെ നമ്മൾ പഠിക്കണം. മോഡിയും ഒരുപാട് ഹിക്മത്ത് തന്നില്ല നമുക്ക് ഈ അടുത്ത്, അല്ലേ? താങ്ക് യു. ഇനി വേണമെങ്കിൽ കുറച്ച് നേരം നമുക്കല്ലേ, ഇപ്പൊ 3:15 സമയം ഉണ്ടാവും. കുറച്ച് നേരം 50 മിനിറ്റ് വേണമെങ്കിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാം. റഹ്ബാറിനെ കുറിച്ച് അറിയണം. ഒത്തിരി വെള്ളം കൊടുത്തൂടെ? അതായത് റഹ്ബാർ നമ്മുടെ ഒരു അവിടെ തൊട്ടുണ്ട് ഷെരീഫ് മുഴുവൻ പേര് ഞാൻ ഓർക്കണം. മുഹമ്മദ് ഷെരീഫ് എന്ന് പറഞ്ഞിട്ടൊരു പരപ്പനങ്ങാടി മലപ്പുറം ആ ഭാഗത്തുള്ള അവർ അങ്ങനെ നല്ല ടീമാണ്. വളരെ യങ് ആയിട്ടുള്ള എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ടീം അവരുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അത് വെച്ചിട്ട് അവർ ഒരുപാട് ശരിയാ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഇത്തരം ബിസിനസ് ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ഞാൻ പലർക്കും റെക്കമെൻഡ് ചെയ്തു അവരൊക്കെ. പക്ഷെ ഞാൻ ഈ അടുത്തതൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. കാരണം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിനെന്തെങ്കിലും പറ്റിയാൽ അങ്ങനെ 1-2 കേസ് ഉണ്ടായി. അതോടുകൂടി പേടിച്ചിട്ട് ഞാൻ വല്ലാതെ പറയാറില്ല. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, കംപ്ലീറ്റ് ഡിസ്ക്ലൈമർ, നിങ്ങൾ സ്വന്തം ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ. പക്ഷെ ഞാൻ ചെയ്തു ഇതുവരെ. എനിക്ക് ഇതുവരെ അതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ 10 ലക്ഷം രൂപ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ബി ഫ്രാങ്ക് വിത്ത് യു, നിങ്ങളോട് തുറന്ന് പറയുന്നു. എല്ലാ ക്വാർട്ടറിലും ഒരു 20,000 പ്രോഫിറ്റ് വരും. അതിലൊരു 2000-ഓളം രൂപ ആവറേജ് 21,000, ചിലപ്പോൾ 23. പക്ഷെ ആവറേജ് 10% TDS പിടിക്കും. പക്ഷെ ഞാൻ എല്ലാ വർഷവും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ TDS തിരിച്ചു കിട്ടും. കാരണം മൊത്തം വരുമാനം 5 ലക്ഷം ഇല്ല. ഈ നേരത്തെ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിലും ടാക്സിന്റെ പ്രശ്നം വരും. എങ്ങനെ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് പിരിഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ മീൻസ് നമ്മൾ അവസാനം വന്നത് SWP എന്നാണ് പറയുന്നത്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ. നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തിന്റെ 10% അവർ പിടിക്കും. ലാഭത്തിന്റെ 10%. പക്ഷെ നമ്മൾ ടാക്സ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ ഇത്തരം സംഗതികൾ ഉപയോഗപ്പെടുത്താതിരിക്കുന്നത്. ടാക്സ് കൊടുക്കണം. ടാക്സ് കൊടുക്കണോണ്ട് എന്താ കുഴപ്പം? നമ്മൾ സോപ്പ് വാങ്ങിക്കുമ്പോൾ ടാക്സ് കൊടുക്കില്ല, പെട്രോൾ വാങ്ങിക്കുമ്പോൾ ടാക്സ് കൊടുക്കല്ലേ? അപ്പോൾ ചില ആളുകൾ അതാണ് ഇതൊക്കെ ടാക്സ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യും. അത് മണ്ടത്തരമാണ്. ടാക്സ് കൊടുക്കേണ്ടി വരും. മാത്രമല്ല ഇന്നത്തെ കാലത്ത് നമുക്ക് ടാക്സ് കൊടുത്തിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു ചെറിയ വീടുണ്ടെങ്കിൽ
വീട് വാടക കൊടുക്കണമെങ്കിൽ ഇപ്പോൾ വാടക കരാർ എടുക്കണം, ഒരു ടാക്സ് കൊടുക്കേണ്ടി വരും. കാരണം ആ വാടക എടുത്തിരിക്കുന്ന ഒരു കടക്കാരനാണെങ്കിൽ അയാൾ നിങ്ങൾക്ക് ബാങ്ക് വഴി പേ ചെയ്യുള്ളൂ. ബാങ്ക് വഴി പേ ചെയ്യണമെങ്കിൽ TDS പിടിക്കുമല്ലോ. അപ്പോൾ ടാക്സ് വിടൂ, നമുക്ക് വരുമാനം ഉണ്ടാവട്ടെ. എത്രല്ലേ ടാക്സ് കൊടുക്കും? വരുമാനം ഉണ്ടെങ്കിൽ എത്ര ടാക്സ് കൊടുത്താലും കുഴപ്പം. കംപ്ലീറ്റ് രേഖാമൂലമാണത്. ഒന്നും ബ്ലാക്ക് ആയിട്ടൊന്നുമില്ല, അത് കംപ്ലീറ്റ് വൈറ്റ് ആണ്. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ലത് അതാണ്. എല്ലാം രേഖാമൂലമാണ്. രേഖാമൂലമാക്കുമ്പോൾ നമുക്ക് നഷ്ടം വരുന്ന കുറെ സംഗതി ഉണ്ടല്ലോ, അത് അല്ലാത്ത രൂപത്തിൽ നമുക്ക് നഷ്ടം വരുന്നതിനേക്കാൾ നല്ലതാണ്. ഏതുപോലെ വല്ല കേസോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ളൂ. മുസ്ലിങ്ങളെ കൊടുക്കാനായിട്ട് പല വഴികളുണ്ട്. കൊടുക്കാമത്തെ ബഹിഷ്കരിക്കാനോ. അപ്പോൾ നമുക്കത് പിന്നെ വൈറ്റ് ആയിട്ട് തന്നെ ചെയ്യാം, എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യാം. ചെയ്യുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ ട്രാൻസ്പെറന്റ് ആണ്, അതിലൊന്നും ഒരു ഇതുമില്ല. അപ്പോൾ റഹബാറിനത് അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല അവര് നമുക്ക് സർട്ടിഫിക്കറ്റ് തരും, ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ്. കർണാടക ഗവൺമെന്റിന്റെ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് തരാം, കടപ്പത്രം സർട്ടിഫിക്കറ്റ് പോലെ. അവർ ചെയ്ത നമ്മൾ കൊടുത്ത എമൗണ്ടിന് ഡോക്യുമെന്റ് ഉണ്ട്. പ്രവാസികൾക്ക് നമ്മുടെ കുടുംബാംഗങ്ങളോ അടുത്തവരായിട്ടുള്ള ആളുകളുടെ പേരിൽ എന്തെങ്കിലും നിക്ഷേപം ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുഴപ്പമൊന്നുമില്ല ചെയ്യണേ. നല്ല ബന്ധങ്ങൾ നന്നാവുന്നിടത്തോളം അത് കുഴപ്പമില്ല. ബന്ധങ്ങൾ നന്നായിരിക്കുന്നിടത്തോളം അത് കുഴപ്പമില്ല. ബന്ധങ്ങൾ എവിടെയെങ്കിലും പാളിച്ച പറ്റിയാൽ അവിടെ പാളിച്ച പറ്റും. പക്ഷേ ഞാൻ അഡ്വൈസ് ചെയ്യാം, ഇത്തരം സംഗതികളൊക്കെ നമ്മൾ സ്വന്തം ഭരിച്ചു. വേറെ ഒന്നുമല്ല, ബന്ധങ്ങൾ നന്നായിരിക്കാനും അതാണ് നല്ലത്. മനസ്സിലാവണം? ബന്ധങ്ങൾ നന്നായിരിക്കാനും അതാണ് നല്ലത്. ചില ആളുകളുടെ മണ്ടത്തരം നമുക്ക് പറ്റരുത്. ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് എല്ലാ സ്വത്തും ഭാര്യയുടെ പേരിൽ മേടിച്ചു. അവസാനം ഭാര്യ വേറൊരിടത്തും പോയി. ഞാൻ നമ്മളെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് അല്ല പറയുന്നത്, പക്ഷെ മൊത്തം സമൂഹത്തിൽ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ആ സമൂഹത്തിന്റെ ചില തിന്മകൾ നമ്മുടെ ഇടയിലേക്കും ചിലപ്പോഴൊക്കെ കടന്നു വരും. അതിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നിടത്തോളം നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നിടത്തോളം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഗുണമുണ്ടല്ലോ. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അത് ഉണ്ടാവില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ ഭാര്യയുടെ പേരിൽ വല്ലാത്ത സ്നേഹം കൊണ്ട് എല്ലാം ഭാര്യയുടെ പേരിലാക്കി, അയാൾ മരിച്ചു. ഞാൻ ഖത്തറുള്ള പഠിച്ച നമ്മളെല്ലാം മാനഗതങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ അയാൾ മരണപ്പെട്ടു, അയാളുടെ വാപ്പ ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്. ഈ ഭാര്യ ഏതൊക്കെയോ സ്വാധീന ശക്തികളുടെ ഫലമായിട്ട് ഇതും കൊണ്ട് പോയി. ആ വാപ്പാനോട് ഉമ്മാനോട് ആൾക്ക് കടപ്പാടില്ലേ? ആ കടപ്പാടാണ് ആൾ ലംഘിച്ചത് ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചതിലൂടെ. അപ്പൊ അതുകൊണ്ട് ഇതൊരു അവിശ്വാസത്തിന്റെ പ്രശ്നമല്ല. നമ്മളുടെ നേരിട്ട് നമ്മുടെ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന നീതിയാണ് നമ്മുടെ ആ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ സ്വത്താണെങ്കിൽ, അതേസമയം ഭാര്യ സമ്പാദിച്ചാണെങ്കിൽ ഭാര്യയുടെ പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു വീട്ടിൽ നിന്ന് കൊടുത്ത സ്വത്താണെങ്കിൽ അവരുടെ പേരിലായിക്കോട്ടെ, ഇറ്റ്സ് ഫൈൻ. നമ്മൾ സമ്പാദിച്ചത് നമ്മുടെ പേരിൽ തന്നെ ആവാൻ ശ്രദ്ധിക്കുക. സ്നേഹം, പ്രണയവും പ്രേമം ഒക്കെ ഒരു ഭാഗത്ത് ഉണ്ടായിക്കോട്ടെ. ആ ഒരു നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന അധിക ഫീസിനേക്കാളും ഭാരമായിരിക്കും പിന്നീട് നമുക്ക് അതുകൊണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ആലോചിക്കുന്നുള്ളൂ. ഇപ്പോ എൻ്റെ മക്കൾ ചിലപ്പോ പറയാറുണ്ട്, ഒരു സ്കോളർഷിപ്പ് കിട്ടും, 20,000 രൂപ കിട്ടും, ഇങ്ങനെ ഒരു ക്രീമി ലെയർ. ഞാൻ പറഞ്ഞു അതിന്റെ പേരിൽ നമ്മൾ എന്താ പറയണ്ട, എന്റെ വരുമാനം 1 ലക്ഷം ഉള്ളൂ എന്നല്ലേ പറയണ്ട. അത് വേണ്ട, ആ സ്കോളർഷിപ്പ് വേണ്ട. അല്ല അതായത് അത് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഏതളവിൽ നമുക്കാവാം എന്നതിനൊരു കാഴ്ചപ്പാടുണ്ടായാൽ മതി. ഇത്തരം പറഞ്ഞ നമ്മുടെ ഒരു അവകാശത്തെ തന്നെ ലംഘിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കതാവാം. ചോദിച്ചതിന് സ്കോളർഷിപ്പിന് വേണ്ടി, ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും എത്തിക്സ് അനുസരിച്ചിരിക്കും. അത് ബേസിക്കലി ചിലര് നമുക്ക് മെറിറ്റിൽ മതി എന്ന് തീരുമാനിച്ചാൽ അത് മതി. അല്ല, നമുക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ്, അത് നമുക്ക്
കിട്ടി കാണിച്ചു കൊടുക്കൽ നമ്മുടെ കാര്യമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ ഒരു വലിയ സ്വത്തൊന്നും ഇപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്യാനൊന്നും ഉണ്ടാവില്ലല്ലോ. ചെറിയ ചെറിയ സംഗതികളെ കുറിച്ചാണ് നമ്മളിപ്പോ ഈ പറയുന്നത് ആണല്ലോ. വലിയ സ്വത്തുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ, മറ്റേതൊന്നും ആവശ്യമില്ല. അപ്പൊ ചെറിയ ചെറിയ സംഗതികളാണെങ്കിൽ അതൊക്കെ ഓക്കെ ഫൈൻ. നമ്മള് പലിശ എന്നുള്ള ജീവിതത്തിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാന്നുള്ളതാണ് നോക്കുന്നത്. അതെ, നമുക്ക് വരുമാനം എന്നുള്ളത് വേണം, അതുകൊണ്ട് നമ്മൾ ബാങ്കിലെ പൈസ വരുന്നുള്ളത്. പക്ഷെ ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ പിന്നെയും ഈ ബാങ്കിങ് സിസ്റ്റത്തിനെ കുറച്ചുകൂടി ഊർജിതപ്പെടുത്തുക ചെയ്യുന്നുണ്ട്. ആ പലിശ എന്ന സംവിധാനത്തിനെ പിന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതായത് നമുക്കിപ്പോ ഈ മ്യൂച്വൽ ഫണ്ട് കൊണ്ട് നമ്മൾ ബാങ്കിങ് സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കരുത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് നമുക്കിപ്പോ ഇവിടുന്ന് നാട്ടിലേക്ക് പൈസ അയക്കണമെങ്കിൽ എന്തായാലും ബാങ്ക് വേണമല്ലോ. നാട്ടിൽ നമ്മുടെ എല്ലാ ആവശ്യത്തിനും ബാങ്ക് വേണം. നമുക്കിപ്പോ ഗൂഗിൾ പേ വേണം അല്ലെ, നാട്ടിലിപ്പോ എവിടെ പോയാലും ഗൂഗിൾ പേ വേണം. ഇനി അതില്ലാതെ ചെയ്യാം, ചെയ്തോണ്ട് തെറ്റൊന്നുമില്ല. എന്ത് ആവശ്യത്തിനും ബാങ്ക് വേണം. അപ്പൊ അക്കൗണ്ട് എന്നുള്ള സംഗതി അവിടെ ഉണ്ടായിരിക്കുക. ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രംഗത്തേക്ക് പോകില്ല. കാരണം ഈ ഫണ്ട് ഇരിക്കുക ഇവരുടെ പേരിലാണ്. ഈ യൂണിറ്റുകൾ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഉടമസ്ഥയിലാണ് ഉണ്ടാവുക. അൺലെസ് നമ്മൾ ലാഭം എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, അത് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാം. അപ്പോഴും ബാങ്കിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല. നമുക്ക് ഇത് കിട്ടാനൊരു വഴി വേണമല്ലോ. അപ്പോൾ അത് ഏതുപോലെ വെച്ചാൽ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ സിസ്റ്റത്തിലൂടെ അല്ലാതെ നടക്കാതിരിക്കുമ്പോൾ ആ സിസ്റ്റത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തും. അവിടെയും നമ്മൾ പറയാം ആ സിസ്റ്റത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയെ, നമ്മുടെ തന്നെ വ്യക്തിപരമായ വളർച്ചയെ നമ്മൾ ശക്തിപ്പെടുത്തുന്നു. അങ്ങനെയും അതിനെ വ്യാഖ്യാനിക്കാം. ഏതുപോലെ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞല്ലോ, യൂസുഫ് അലൈഹി സ്വലാം വിചാരിക്കുന്നു ഈ രാജാവ് കാഫർ അനിസ്ലാമിക സിസ്റ്റം, ഞാനിവിടെ പോയിട്ട് എന്ത് ചെയ്യണം? അങ്ങനെയല്ലല്ലോ യൂസുഫ് അലൈഹി സ്വലാം വിചാരിച്ചത്. അദ്ദേഹം വിചാരിച്ചെന്താ? ഇവിടുത്തെ എല്ലാ ട്രഷറി എന്നെ ഏൽപ്പിച്ചതാണ്, ഞാൻ കൈകാര്യം ചെയ്യാം. അദ്ദേഹം കൈകാര്യം ചെയ്യാൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ആ പവറിലേക്ക് എത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഈ നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പവറിലേക്ക് നമ്മൾ എത്തുന്നത്. ശരിക്കും യൂസുഫ് അലൈഹി സ്വലാമിന്റെ കഥ നമ്മൾ അതാ പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യോധ്യായത്തിൽ ഈ കൂവത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന് ഉപയോഗപ്പെടുത്താതിരിക്കല വേണം, ഉപയോഗപ്പെടുത്താൻ വേണ്ടത്. അതിന് ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെ നമ്മുടെ പവർ തെളിയിക്കാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കും. അല്ല, അതായത് അതുകൊണ്ടാണ് അതിനകത്ത് ഈ പർജിങ് എന്നുള്ള മെത്തേഡ് അതിലാണ്. അതായത് ഇപ്പൊ ഈ മൊത്തം ഈ കമ്പനികൾക്ക് അവരുടെ പിന്നെ കടം, അവരുടെ ഡെപ്റ്റ് 5% താഴെ ആയിരിക്കണം. അതാണ് ഒരു പെർസെൻറ്റേജ്. പിന്നെ ഈ നമുക്ക് കിട്ടുന്ന ലാഭത്തെ നമ്മൾ തന്നെ പർജ് നമ്മൾ ഉപദേശിക്കുന്നുണ്ട് 3% കേട്ടോ. അതിനെ കുറിച്ചുള്ളൊരു സാധനം എൻ്റെ അടുത്തുള്ള ഡോക്യുമെന്റ് ഞാൻ വേണമെങ്കിൽ അയച്ചുതരാം. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ നിന്നിട്ടാണ് സിസ്റ്റത്തിനെ ശരിയാക്കാൻ വേണ്ടി ആക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ ഈ പലിശ എന്ന് പറയുന്ന സംഗതി തന്നെ നമ്മളിപ്പോ ഈ ഇൻട്രസ്റ്റ് റിബ എന്ന് പറയുന്നത് ചില ആളുകൾ, ചില പണ്ഡിതന്മാർ അതിനെ തന്നെ ഫായിദായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പ്രോഫിറ്റ് ആണ് ബേസിക്കലി കൺസെപ്റ്റ്. ഇപ്പൊ നമുക്ക് ഇസ്ലാമിക് ബാങ്കിങ്ങിൽ നമ്മളൊരു വണ്ടി എടുത്തു ഇസ്ലാമിക് ബാങ്ക് വഴി, എത്ര പൈസ കൊടുക്കണം? എത്ര പെർസെന്റേജ് എക്സ്ട്രാ കൊടുക്കണം? 7-8. അത് തന്നെയാണ് മറ്റേ ബാങ്കിൽ കൊടുക്കുന്നത്. പക്ഷെ വ്യത്യാസം ബാങ്ക് ആ വണ്ടി ഓൺ ചെയ്തിട്ട് നമുക്ക് പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വിൽക്കുന്നു. ഏജൻസിന്ന് വണ്ടി ബാങ്ക് വാങ്ങി, ബാങ്കാണ് അതിന്റെ ഓണർ, വണ്ടിയുടെ ഓണർ. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വെക്കുന്നു. അത് ഇസ്ലാമിൽ പറ്റും. എങ്ങനെ? ഒരു കച്ചവടം അവധി നിശ്ചയിച്ച് കച്ചവടം നടത്തിയിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ അതിൽ കൂടുതൽ വാങ്ങിക്കാന്നുള്ളത് ഇസ്ലാമികമായി പറ്റുന്ന ഒരു സംഗതി. അപ്പൊ ഇസ്ലാമികമായി പറ്റുന്ന ഒരു റൂളിനെ ഇതേ സിസ്റ്റത്തിനെ വെച്ചിട്ട് ആ ഇസ്ലാമിക് ബാങ്കിങ് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ മൊത്തം പലിശ നമുക്ക് ഹറാമാണ്, അതിൽ സംശയമില്ല. പക്ഷെ ആ പലിശയെ നമുക്ക് ഇസ്ലാമികമായ കൺസെപ്റ്റിലൂടെ അത്തരം ട്രാൻസാക്ഷനുകളെ ഏത് രൂപത്തിൽ നമുക്ക് അനുവദനീയമാക്കാം എന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ തന്നെ ഒരു താല്പര്യമാണ്. അപ്പൊ അതാണ് ശരിയാ കംപ്ലൈൻസിന്റെ വഴിയിൽ ഇവർ ചെയ്യുന്നത്. ചില സ്റ്റോക്കുകൾ ഒഴിവാക്കുന്നു, ചിലരെ മാറ്റി നിർത്തുന്നു, എല്ലാ മാസവും സ്ക്രീൻ ചെയ്യുന്നു. ഒരു കമ്പനിയുടെ സെർട്ടൺ
ഡെപ്റ്റിന്റെ പ്രൊപ്പോർഷൻ കൂടിക്കഴിഞ്ഞാൽ കമ്പനിനെ ഒഴിവാക്കുന്നു. അങ്ങനെ ഒഴിവായി പോകുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് ഈ ലാഭം 10% ഒന്നുമല്ല. ഇപ്പൊ ഈ ടാറ്റ എത്തിക്കൽ ഫണ്ട് പോലെ ബിർളയുടേതും റിലയൻസിന്റെ ഒക്കെ 20%, 25% കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവര് 10% നിർത്തുന്നത്, അല്ലെങ്കിൽ 10-15 ഇടയിൽ നിർത്തുന്നത്. എന്തുകൊണ്ടാണ്? ഈ പോർട്ട്ഫോളിയോയിൽ വരുന്ന മാറ്റമുണ്ട്. അപ്പോൾ ശരിയായ പ്രിൻസിപ്പിൾ തന്നെ അനുസരിച്ചിട്ടാണ് ചിലതിനെ ഒഴിവാക്കുന്നത്, ചിലതിനെ ചേർത്ത് പിടിക്കുന്നത്. അപ്പൊ ഇത്ര പെർസെന്റേജ് അനുവദനീയമാകുന്നു എന്ന് പറയുന്നതും ശരിയായ പ്രിൻസിപ്പിളിന്റെ ബേസിൽ തന്നെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇവിടെ ആരും കൈ പൊക്കില്ല. ഓക്കെ, രണ്ടുപേരും കൂടെ. ഒരാള് നിങ്ങൾ വെച്ചു. നമ്മളിപ്പോ ഈ പലിശന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ എല്ലാവരും മനസ്സിലേക്ക് ഫസ്റ്റ് വരിക പിന്നെ പലിശ എഴുതുന്നവനും എല്ലാം അതില് എന്തൊക്കെ രൂപത്തില് ഇടപെടുന്നു. ഈവൻ ബാങ്കില് നിൽക്കുന്ന സെക്യൂരിറ്റി അടക്കം അതില് പിന്നെ കുറ്റക്കാരനാണെന്നുള്ളതാണ് നമ്മളെല്ലാവരും ഏകദേശം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ ഇന്നമെല്ലാമാൽ പിന്നെയ എന്നുള്ള ബേസിൽ ഇപ്പൊ ഇതൊക്കെ ഹലാലാവോ എന്നുള്ളതാണ്. അതായത് ഈ മാസത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മിനിയാന്ന് എനിക്കൊരു ചോദ്യം ഇതുപോലെ ഒരാൾ ചോദിച്ചു. കുറച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ചുരുക്കി പറയാം. അയാള് നേരത്തെ നമ്മൾ എക്സിറ്റ് പോളിന്റെ സമയത്ത് സ്റ്റോക്കിൽ ഇടപാട് നടത്തിയ ആളാണ്. പുള്ളി ആ ഇടപാട് നടത്തിയിട്ട് പിന്നെ അത് ഹലാലാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അതെന്താ വെച്ചാൽ ബാങ്കിന്റെ ഒരു പെർഫോമൻസ് ഇൻഡൈസസ് അത് ഓപ്ഷൻ ട്രേഡിംഗ് വഴി ഈ സമയത്ത് ചെയ്തുവാണ്. ഈ എക്സിറ്റ് പോൾ വന്നപ്പോൾ കൂടിയല്ലോ, അപ്പ വാങ്ങിയിട്ട് എക്സിറ്റ് പോൾ കഴിഞ്ഞ് യഥാർത്ഥ പോളിംഗ് റിസൾട്ട് വരുന്നതിന് വിറ്റപ്പോൾ നല്ലൊരു സംഖ്യ കിട്ടി. അപ്പോൾ ആളുടെ ചോദ്യം, ഈ ബാങ്കിങ്ങിന്റെ ഇൻഡൈസസ് ഹലാലാകുമോ ഹറാമാകുമോ? അപ്പോൾ ചോദ്യത്തിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അപ്പോൾ ചെയ്തു പോയി. ഇനിയിപ്പോൾ അത് അപ്പോൾ ആളുടെ ഒരു പ്രശ്നം വെച്ചാൽ ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കിന്റെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇൻഡെക്സ് ഉള്ളത്, ഇൻഡെക്സ്. അപ്പോൾ അങ്ങനെ ഒരു ബാങ്കിന്റെ ഡയറക്റ്റ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് ഹറാമാവും. ഉദാഹരണത്തിന് നമ്മളൊരു ബാങ്കിൽ നേരിട്ട് ഈ പലിശക്ക് എഴുതുന്ന ഒരു ജോലി സ്വീകരിക്കുന്നത്, അതും നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ ചില പണ്ഡിതന്മാരെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ യൂസുഫ് കർദാവിനെ പോലുള്ളവർ പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് മറ്റൊരു ജോലി ആഗ്രഹിച്ചുകൊണ്ട് അവിടെ തുടരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതല്ലാതെ ഒരു ഉദാഹരണത്തിന് ബാങ്കിന്റെ സിസ്റ്റം ഒരാൾ IT മുഖേന ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു. അയാളുടെ പണി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ്. അത് ഹലാലാവോ ചോദിച്ചാല് അതിനകത്ത് നമുക്ക് മാക്സിമം പറയാൻ പറ്റാത്തത് ഒരു ശുഭഹത്തിൽ തന്നെ പറയാൻ പറ്റും. ആ ശുഭഹത്തുള്ള ഇസ്ലാമിന്റെ നിലപാടെന്താ? നിനക്ക് സംശയമുള്ളതിനെ വിട്ടിട്ട് സംശയമില്ലാത്ത എടുക്കുക. അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാനിത് വേണ്ട, ബാങ്കിന് ഒരു സപ്പോർട്ടല്ല, അതുകൊണ്ട് എനിക്ക് വേണം. പക്ഷെ ഒരാൾക്ക് ഇത് തന്നെ ബിസിനസ് ആക്കി ഇങ്ങനത്തെ ഒരു ബിസിനസ് ഒക്കെ വരുമ്പോൾ അത് സ്വീകരിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു നിലനിൽപ്പില്ലാതെ വരുമ്പോൾ അയാൾ വിചാരിക്കുന്നത് ഞാനിപ്പോൾ ബാങ്കിന് ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അത് ആ അർത്ഥത്തിൽ അനുവദനീയമാണ്. ബാങ്കിൽ കൊണ്ടിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന ഒരാളോട് കണക്കാണ് നമ്മൾ ലൈറ്റ് ആണ് നിങ്ങൾ ഫിറ്റ് ചെയ്യണം, ലൈറ്റ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെ നോക്കിയാൽ നമുക്ക് എവിടെ ജീവിക്കാൻ പറ്റും? അപ്പൊ അത്തരം കുറിച്ച് ഇസ്ലാമിക ശരീഅത്ത് വച്ചിട്ടില്ല. ഇന്നമലാമാലും ഇനിയത്ത് മാത്രമല്ല അതിന്റെ പ്രശ്നം. ഒരു സംഗതിയെ അതിന് ഡയറക്റ്റ് ഓപ്പറേഷൻ വേണ്ടി ഇപ്പൊ കള്ള്, മദ്യം ഹറാമാണ്, ശരിയാണ്. ഒരാള് ഒരു പച്ചക്കറി കടയിൽ ഫ്രൂട്ട്സ് കടയിൽ മുന്തിരി വിൽക്കുന്നു. ഇവിടുന്ന് മുന്തിരി വാങ്ങിച്ചിട്ട് ഒരാൾ കൊണ്ടിട്ട് വൈനാണ് ഉണ്ടാക്കുന്നത്, വേറൊരാൾ ആ മുന്തിരി കുട്ടിക്ക് കൊടുക്കുന്നു. മറ്റാൾ വൈനാണ് കൊണ്ടുപോകണം, ഇയാൾ കുട്ടിക്ക് കൊടുക്കണമെന്ന് ചോദിക്കാൻ പറ്റുമോ? വിൽക്കാൻ നേരത്തെ അതായത് അയാൾ മുന്തിരി വിൽക്കുന്നു, മറ്റേ ആൾ കൊണ്ടുപോയിട്ട് വൈൻ ഉപയോഗിക്കുന്നു. കത്തി ഉണ്ടാക്കുന്ന കൊല്ലൻ, ബ്ലാക്ക് സ്മിത്ത്, ഒരാൾ കറിക്കരിയാൻ ഒരു കത്തി വാങ്ങിച്ചു കൊടുക്കുന്നു, വേറെ ആൾ കത്തി കൊണ്ടുപോയിട്ട് ഒരാളെ കൊല്ലുന്നു. അപ്പൊ ഡയറക്റ്റ് നമ്മൾ അതിന് ഇൻവോൾവ് അല്ലാത്തടത്തോളം കാലം നമ്മൾ എന്താണ്, നമ്മുടെ നീയത്ത് അവിടെയാണ് പ്രശ്നം. അവിടെ നമ്മുടെ നീയത്ത് എന്താണ്, ഞാനാണ് ഡയറക്റ്റ് ഓപ്പറേഷനിൽ ഇൻവോൾവ് അല്ല, ബാങ്കിന്റെ ഇന്റീരിയർ ചെയ്തു കൊടുക്കുന്ന ഒരാള്, അങ്ങനെ എല്ലാം. എന്റെ പരിചയത്തിൽ ഒരാളുണ്ട്, ഒരു ബാങ്ക് വന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞാൽ ഞാൻ ബിൽഡിംഗ് തരൂലെന്ന്. ഓക്കെ, അതൊരു സ്റ്റാൻഡാണ്. പക്ഷെ അന്തിമമായിട്ട് നമ്മൾ ചോദിക്കണം, ബാങ്കിനാണെന്ന് അറിഞ്ഞിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു രീതി നമുക്ക് അതിനകത്ത് പറയാൻ പറ്റില്ല. അപ്പൊ ഓരോരുത്തരുടെ സ്റ്റാൻഡാണത്. അപ്പോ ഡയറക്റ്റ് അയാൾ ഓപ്പറേഷനിൽ മാത്രമല്ല. അപ്പോൾ മഖാസിദു ശരിയ എന്ന് പറയുന്ന സംഗതിനെ പണ്ഡിതന്മാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതിനാണ് കേട്ടോ. അങ്ങനെയാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചാലോ. ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക്
ഇപ്പൊ വണ്ടി ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് സംശയമില്ലല്ലോ. കാർ ഇൻഷുറൻസ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, നാട്ടിൽ ചെയ്യണം, ഇവിടെ ചെയ്യണം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെയാണ് വരുന്നത്. പറ്റുമെങ്കിൽ നമുക്ക് ഇസ്ലാമിക് ഇൻഷുറൻസുകൾ കമ്പനികൾ ഉണ്ടാക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇസ്ലാമിക് ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് സ്ഥാപിക്കാൻ പറ്റുമോ, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതാലോചിച്ചു. അതില്ലെങ്കിൽ നമ്മൾ നിലവിലുള്ള സാഹചര്യത്തിൽ അനിവാര്യമായ ഒരു തിന്മ എന്നുള്ള നിലയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തേ പറ്റും. നമ്മൾ എല്ലാവരും എടുക്കേണ്ടി വരും. കാരണം എന്താ, അങ്ങനെയാണ് മെഡിക്കൽ കോസ്റ്റ് പോകുന്നത്. മെഡിക്കൽ കോസ്റ്റ് അങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ഒരാളെ ഒരു ക്യാൻസർ പേഷ്യന്റ്, ഒരു കിഡ്നി പേഷ്യന്റ് വീട്ടിലുണ്ടെങ്കിൽ ഒരാൾ പാപ്പരായി പോവാണ്. അങ്ങനെ പാപ്പരായി പോണോ, അതല്ല കുറച്ചെങ്കിലും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ ഈ സിസ്റ്റത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതാണ് നമ്മൾ. അപ്പൊ ആ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ, ഞാൻ പറയണത് ഞാനായിട്ട് എന്റെ പേഴ്സണൽ ഒരു കൺസെപ്റ്റ് അല്ല, പണ്ഡിതന്മാർ ആലോചിച്ച് തീരുമാനിച്ച് നമ്മുടെ ഫിഖ്ഹുൽ അഖലിയാത്ത് പറഞ്ഞതാണ്, ന്യൂനപക്ഷ ഫിഖ്. ഒരു ഇസ്ലാമിക് സംവിധാനമൊന്നും ഇല്ലാത്ത ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അത്തരം സംഗതികൾ എടുക്കേണ്ടി വരും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് കൊടുക്കണ്ടല്ലോ, അതൊക്കെ എടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് പല കമ്പനികൾ തരുന്നത്, എല്ലാ കമ്പനികളും ഇസ്ലാമിക് കമ്പനികളല്ല. ഇവിടുത്തെ മൊത്തം സിസ്റ്റം ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് പോകും. അത് പൂർണ്ണമായിട്ട് ഇസ്ലാമികമായിക്കോണമെന്നില്ല, നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ മനസ്സ് ആ പന്നിയിറച്ചി തിന്നതിനെ കുറിച്ച് പറഞ്ഞ പോലെയാണ്. അതിൽ താല്പര്യമില്ലാതെ, എന്നാൽ അതെ അതിന്റെ ഈമാനിലേക്ക് ചാഞ്ഞുകൊണ്ട് അതിൽ താല്പര്യമില്ലാതെ ഇടപെടുക, ഒരു അനിവാര്യമായ തിന്മ നമ്മൾ സഹിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം. അതിനാണ് മൊത്തം സിസ്റ്റത്തെ ഇസ്ലാമികമാക്കണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ഉണ്ടോ? ഒരു ചോദ്യം കൂടെ ലാസ്റ്റ് പറഞ്ഞു. വെറും രൂപ സ്റ്റാർട്ട് ചെയ്തു. അത് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു കാര്യമായിട്ട് പറയും. ഇപ്പൊ ഒരു 15 to 20 people ഉണ്ട്. ഒരു 3 lakh നമ്മുടെ കയ്യിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അതുപോലെ ആൾക്കാർക്കും ഒരു വായ്പ അറിയേണ്ടവരെല്ലാം ബട്ട് നിങ്ങൾക്ക് ഒരു രൂപയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആക്കി ശരി. അതായത് ഇപ്പൊ ഈ പറഞ്ഞത് വളരെ, എന്താ പേര് പറഞ്ഞ ആഷിഫ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ ചെയ്യാതിരിക്കരുത്. കാരണം ഈ സിസ്റ്റത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്ക് മുമ്പിൽ പടച്ചോൻ തരുന്ന വഴികളാണ് ഇതൊക്കെ, ഇങ്ങനത്തെ വഴികളാണ് നമുക്ക്. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഈ കോമൺ സെൻസ് ഉപയോഗിക്കണമെന്ന് പറയുമല്ലോ, നമ്മളുടെ ഒരു സത്യവിശ്വാസി അങ്ങനെയാണല്ലോ. അപ്പൊ അതിനെ ഉപയോഗപ്പെടുത്തിട്ട് ഇനി ഇത് ഹറാമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോ, എങ്കിൽ നിങ്ങൾ ഇതിന് അടുത്തൊരു വഴി, ഇതിനേക്കാളും നല്ല വഴി കണ്ടെത്തണം. അത്രേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്കിത്, എനിക്ക് പൂർണ്ണമായിട്ട് ഇതിനോട് താല്പര്യം, ഈ പറയുന്നതൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ല. അത് നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്നാൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു വഴി നിങ്ങൾ കണ്ടെത്തണം. ബെറ്ററോ അല്ലെങ്കിൽ ഇതിനോട് അടുത്ത് നിൽക്കുന്നതുമായ, കാരണം ഒരു സത്യവിശ്വാസി